നിങ്ങൾക്ക് ലഭിച്ചതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിപ്പിൻ. വാക്കുകൾ കൊണ്ടോ ബന്ധങ്ങൾ കൊണ്ടോ ഇടപാടുകൾ കൊണ്ടോ കൂട്ടുകെട്ടുകൾ കൊണ്ടോ മറ്റ് യാതൊരു ഇതിനകത്തും നിങ്ങൾക്ക് ദൈവം എന്ത് നൽകിയോ ആമേൻ അത് നന്നായി സൂക്ഷിച്ചു കൊള്ളുവേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 3-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 3-ാം വാക്യം. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന്, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ, നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല, നിങ്ങളിൽ ശക്തൻ തന്നെ. അതിന്റെ ആദ്യ ഭാഗം ഒന്നും കൂടെ ഒന്ന് വായിച്ചാട്ടെ. ആ 3 വാക്കുകൾ മാത്രം ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന്. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു. വായി തുറന്നൊന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു. ക്രൈസ്റ്റ് സ്പീക്കിംഗ് ഇൻ മീ. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, അതിൻ്റെ അവസാനത്തെ 3 വാക്കുകൾ കൂടെ ഒന്ന് വായിച്ചേ. അവസാനത്തെ 3 വാക്കുകൾ, നിങ്ങളിൽ ശക്തൻ തന്നെ. ക്രിസ്തു നിങ്ങളിൽ ശക്തൻ തന്നെ. ഈ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ക്രിസ്തു എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ഇവിടെ ഏറിയ പങ്ക് ആൾക്കാരും കൈ ഉയർത്തും. ക്രിസ്തു എന്നോട് സംസാരിച്ചു. 2, കർത്താവ് എനിക്ക് വേണ്ടി സംസാരിച്ചു എന്ന് ആ വ്യക്തിയുടെ അടുക്കൽ ദൈവം എനിക്ക് വേണ്ടി സംസാരിച്ചു. ആ സാഹചര്യത്തിൽ ദൈവം എനിക്ക് വേണ്ടി സംസാരിച്ചു. ഇതും നമുക്ക് പരിചിതമായിരിക്കുന്ന അനുഭവമാണ്. എന്നാൽ എന്നോട് സംസാരിച്ചതുമല്ല, എനിക്ക് വേണ്ടി സംസാരിച്ചതുമല്ല പൗലോസ് പറയുന്നത്. പകരം ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു, എന്നിൽ കൂടെ ക്രിസ്തു സംസാരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവ് സംസാരിക്കുന്നത് എന്നിൽ കൂടെയാണ്. ക്രിസ്തു എൻ്റെ അകത്തു നിന്ന് സംസാരിക്കുന്നു. ക്രിസ്തു എൻ്റെ അകത്തു നിന്ന് സംസാരിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ മൈക്ക് പറയുകയാണ്, പാസ്റ്റർ സാം എന്നിൽ കൂടെ സംസാരിക്കുന്നു. ഈ നിൽക്കുന്ന സ്പീക്കറുകൾ പറയുകയാണ്, പാസ്റ്റർ സാം എന്നിൽ കൂടെ സംസാരിക്കുന്നു. ആമേൻ. ഇതിൻ്റെ മിക്സറിൻ്റെ അതിൻ്റെ ഫെയ്ഡറിൽ ലൈറ്റ് ഉയർന്ന് താഴുന്നത് അതിനകത്ത് വ്യാപരിക്കുന്ന കരണ്ട് കൊണ്ടല്ല, അതിൻ്റെ മെക്കാനിസം കൊണ്ടല്ല, പകരം എൻ്റെ സൗണ്ടിൻ്റെ മോഡുലേഷൻ അനുസരിച്ചാണ് ആ മിക്സറിലെ ലൈറ്റ് കയറി ഇറങ്ങുന്നത്. അപ്പോൾ ആ മിക്സറിൻ്റെ അടുക്കൽ ചോദിക്കും, നീ എന്താ ചിലപ്പം ഗ്രീൻ ലൈറ്റ് മാത്രം കത്തി നിൽക്കുന്നത്, ചിലപ്പം നീ എന്താ യെല്ലോയിലേക്ക് കയറുന്നത്, ചിലപ്പം നീ എന്താ പീക്കില് ടോപ്പില് റെഡിൽ പോയി തൊടുന്നതെന്ന്. മിക്സർ പറയും, എനിക്കൊന്നും അറിയത്തില്ല, അപ്പുറത്തിരുന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ട്, അവൻ്റെ ശബ്ദത്തിൻ്റെ മോഡുലേഷനാണ് എൻ്റെ കളർ വേരിയേഷൻ. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു, ക്രിസ്തു എന്നിൽ കൂടെ സംസാരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ അതിന് പ്രൂഫ് അന്വേഷിക്കുക അല്ലേ. ക്രിസ്തു എന്നോട് സംസാരിച്ചോ എന്നുള്ളതിൻ്റെ പ്രൂഫല്ല, ക്രിസ്തു എനിക്ക് വേണ്ടി സംസാരിച്ചോ എന്നുള്ളതിൻ്റെ പ്രൂഫല്ല, ക്രിസ്തു എൻ്റെ അകത്തു നിന്ന് സംസാരിക്കുന്നുവോ എന്ന് നിങ്ങൾ പ്രൂഫ് അന്വേഷിക്കുന്നു. ഇനിയും ആ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ആ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്, നിങ്ങളിൽ അവൻ ശക്തൻ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് ക്രിസ്തു എൻ്റെ അകത്ത് സംസാരിക്കുന്നുവോ എന്ന് നിങ്ങളെ അന്വേഷിക്കുന്നു. അതിൻ്റെ പ്രൂഫ് എൻ്റെ ജീവിതത്തിലല്ല കാണാൻ പോകുന്നത്. നിന്റെ അകത്ത് ദൈവം കയറി നിന്റെ അകത്തു നിന്ന് ക്രിസ്തു ബലവാനായി തുടങ്ങുന്നു. അമ്മേ, ഞാൻ പറയുന്നതിനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കിൻഡർ ഗാർട്ടൻ മെസ്സേജ് അല്ല, ഒരു ഇച്ചിരി കട്ടിയുള്ളതാണ്. അതെൻ്റെ കൂടെ ഒന്ന് വന്നാലേ അതിലേക്ക് കയറാൻ കഴിയത്തുള്ളൂ. കേവലം ഒരു വിടുതലല്ല ഇത്, ഇതിനപ്പുറമായിട്ടുള്ള ഒരു സംഗതിയാണ്. അവിടെ പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ശക്തൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവം എനിക്ക് വേണ്ടി ശക്തനാണെന്ന് പറയാൻ കഴിയുന്നവർ ഒത്തിരി പേരുണ്ട്. ദൈവം എനിക്ക് വേണ്ടി ശക്തനാണ്, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു, എനിക്ക് വേണ്ടി വിടുതൽ ചെയ്തു. പക്ഷേ ഇവിടെ പറയുകയാണ്, ക്രിസ്തു എന്നിൽ ശക്തൻ തന്നെ, ക്രിസ്തു എന്നിൽ ശക്തൻ തന്നെ. അപ്പോൾ പൗലോസ് ഇതിനകത്ത് പറയുന്ന ഒരു ഇമ്പാർട്ടേഷൻ്റെ ലെവൽ ഞാൻ കാണിക്കാം. അദ്ദേഹം പറയുകയാണ്, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു. അതിന് തെളിവ് വേണമെങ്കിൽ നിന്റെ അകത്ത് ക്രിസ്തു വെളിപ്പെടുന്നത് കണ്ടോളാൻ പറഞ്ഞു. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുനാളിലെ ഒരു അനുഭവം ഞാൻ ഓർക്കും. ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ഈ കുട്ടികളുടെയൊക്കെ പ്രായമുള്ള സമയത്ത് ഞാൻ ആത്മാവിൽ നിറഞ്ഞാൽ ഇരിക്കുന്ന ഇടത്തുനിന്ന് 10-20 അടിയൊക്കെ തെറിച്ചു പോകുന്ന കാലമായിരുന്നു. അമ്മേ, അഭിഷേക് എൻ്റെ മുട്ടുമുറിയാതെ ഞാൻ മീറ്റിംഗ്
മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നത് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ പാൻറ്റിൻ്റെ ഒക്കെ ഇവിടെ ഇങ്ങനെ കീറിപ്പോകുന്ന അളവിൽ വലിച്ച് എന്നെ എറിയുന്ന ഒരു അഭിഷേകം എൻ്റെ മേളിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ആ ചർച്ചിൻ്റെ ഏറ്റവും പുറകിലൊരു മനുഷ്യനിരിപ്പുണ്ട്. അദ്ദേഹം സഭായോഗത്തിന് ഉറക്കെ കമൻ്റ് അടിക്കും. ഭയങ്കരമായിട്ടുള്ള ഒരു ഈസി മോഡാണ് പുള്ളി. ഒരു ദിവസം ഞാനിങ്ങനെ ആത്മാവിൽ, നമ്മൾ കൊച്ചു പയ്യനല്ലേ, ഏറ്റവും ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നത്, ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ കുത്തി മറിയുന്നത് കണ്ടിട്ട് ഈ പുള്ളിക്കാരന് ഏറ്റവും പുറകിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു, ഈ കൊച്ചി ഇറങ്ങി എന്തുവാ ഈ കാണിക്കുന്നത്, ഇവൻ്റെ അകത്തുള്ളത് ഒറിജിനൽ ആണെങ്കിൽ എൻ്റെ അകത്തോടൊന്ന് വരട്ടെ എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പ്രാർത്ഥനാക്കാരനല്ല, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവനല്ല, അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്നവനല്ല, ഒന്നിനുമല്ല. എൻ്റെ സഹോദരങ്ങളെ, പിറ്റേ ആഴ്ച ഈ പുള്ളി എൻ്റെ ഇപ്പുറത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുറയിരുന്ന മനുഷ്യരെ തമ്പുരാൻ അഭിഷേകത്തിനകത്ത് എടുത്ത് അടിച്ച് ആമേൻ വലിച്ചെറിഞ്ഞ ദൈവം. ആമേൻ ആമേൻ. ഇനി അതിനേക്കാൾ രസകരമായ അനുഭവം പിന്നീട് സഭായോഗത്തിൽ എൻ്റെ ശബ്ദത്തെക്കാട്ടിലും എൻ്റെ ബഹളത്തെക്കാട്ടിലും 2 പിള്ളേരുടെ അപ്പനായിട്ടുള്ള പുള്ളിയുടെ ശബ്ദവും പുള്ളി കുത്തി മറിയാൻ തുടങ്ങി. ഞാൻ 14-ാമത്തെ വയസ്സിൽ കുത്തി മറിയുമ്പോൾ പുള്ളി 35-40 വയസ്സിൽ കിടന്ന് കുത്തി മറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ക്രിസ്തു എൻ്റെ അകത്ത് സംസാരിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് തുമ്പ് കിട്ടണമെങ്കിൽ ആമേൻ, അതിന് എന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ അകത്ത് അവൻ വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രിസ്തു എനിക്ക് വേണ്ടി ശക്തൻ എന്ന് പറഞ്ഞാൽ പോരാ, ക്രിസ്തു എന്നിൽ ശക്തനാണ്. ഞാൻ ഈ വാക്യത്തിലേക്ക് വരികയാണ്. ഞാൻ ഈ വാക്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇന്നെല്ലാവർക്കും ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കട്ടെ. ആമേൻ. നമ്മൾ പറയും, ക്രിസ്തു എനിക്ക്, ക്രൈസ്റ്റ് did for me, ക്രിസ്തു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, ക്രിസ്തു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ക്രിസ്തു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ക്രിസ്തു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് ഒരു യൂഷ്വൽ വാക്കാണ്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നല്ല, ക്രിസ്തു എൻ്റെ അകത്തിരുന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഓഫീസ് എവിടെയാണ്? ക്രിസ്തുവിൻ്റെ ഓഫീസ് എവിടെയാണ്? ഒന്ന് തൊട്ട് പറഞ്ഞേ, ക്രിസ്തുവിൻ്റെ ഓഫീസ് ഏതാണ്? ആമേൻ. ക്രിസ്തുവിൻ്റെ ഓഫീസ് ഇതാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നല്ല, ക്രിസ്തു എൻ്റെ അകത്തു നിന്ന് പ്രവർത്തിക്കുന്നു. ആമേൻ. അവൻ എന്നിൽ കൂടെ എന്ത് പ്രവർത്തിക്കുന്നു? ക്രിസ്തു എന്നിൽ കൂടെ എന്ത് പ്രവർത്തിക്കുന്നു? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവ് നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് വിഷയമല്ല. അത് കർത്താവ് ആർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നു. കരയുന്ന കാക്കയ്ക്കും ആമേൻ, ഗർജിക്കുന്ന സിംഹത്തിനും ദൈവം ആഹാരം കൊടുക്കുന്നില്ലേ? ആമേൻ. ദൈവം കൊടുക്കുന്നു. ദൈവം ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും മഴ പെയ്ച്ചു കൊടുക്കുന്നു. അതെല്ലാം യൂഷ്വൽ പ്രോസസ്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതല്ല വിഷയം, പകരം ദൈവം നിങ്ങളിൽ കൂടെ എന്ത് ചെയ്യുന്നു? ദൈവം നിങ്ങളിൽ കൂടെ എന്ത് ചെയ്യുന്നു? നിങ്ങളോടൊന്ന് ചോദിച്ചേ, ദൈവം എന്നിൽ കൂടെ എന്തോ ചെയ്യുന്നു? ദൈവം എന്നിൽ കൂടെ എന്തോ ചെയ്യുന്നു? ഇന്ന് രാത്രി അതാണ് വിഷയം. ക്രിസ്തു എന്നിൽ എന്ത് സംസാരിക്കുന്നു? ക്രിസ്തു എന്നിൽ കൂടെ എന്ത് ചെയ്യുന്നു? ക്രിസ്തു എന്നിൽ കൂടെ എന്ത് പ്രവർത്തിക്കുന്നു? എൻ്റെ സഹോദരങ്ങളെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഇതേ ലേഖനം, ചാപ്റ്റർ മാത്രം അറിയാൻ മതി. 2 കൊരിന്ത്യർ 4:10. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ വഹിക്കുന്നു. ആമേൻ. ആ വാക്യത്തെ ഒന്ന് തിരിച്ചു വായിക്കാം ഞാൻ. യേശുവിൻ്റെ മരണം എൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ യേശുവിൻ്റെ ജീവനും എൻ്റെ ശരീരത്തിൽ വെളിപ്പെടും. യേശുവിൻ്റെ മരണം എൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ടതിനാൽ യേശുവിൻ്റെ ജീവനും എന്നിൽ വെളിപ്പെടും. ഹോളി സ്പിരിറ്റ്. എൻ്റെ സഹോദരങ്ങളെ, ആ വാക്യത്തിൻ്റെ ആ യേശുവിൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ 8 തുടങ്ങിയ വാക്യത്തിലേക്കൊന്ന് വരണം. 8-ാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങൾ സകല വിധത്തിലോ കഷ്ടം സഹിക്കുന്നു എങ്കിലും ഇടുങ്ങുന്നില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നു, വീണ് കിടക്കുന്നു. 4 കാര്യം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു, ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നു, ഞങ്ങളെ തള്ളി മറിച്ചിടുന്നു. പക്ഷെ പൗലോസ് പറയുകയാണ്, ഇതൊക്കെ ക്രിസ്തുവിൻ്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ വഹിക്കുകയാ. പക്ഷെ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിച്ചെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവനും ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കും. ഇന്ന് രാത്രി അഭിഷക്ത ദൈവ പൈതലേ, കർത്താവിന് വേണ്ടി നീ കഷ്ടം സഹിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടും.
അവന്റെ മരണത്തോട് നീ അനുരൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയോ നീ വെളിപ്പെടുത്തോ. ക്രിസ്തുവിന്റെ കഷ്ടം നിന്നിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ തേജസ്സും നിന്നിൽ വെളിപ്പെടണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എൻ്റെ ശരീരം കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മുഖം ആമേൻ കർത്താവിന് വേണ്ടി പോരാട്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്പിരിച്വൽ വാർഫെയറിന്റെ ആത്മീക യുദ്ധത്തിന്റെ മുറിവുകൾ എൻ്റെ ശരീരത്തിൽ വീണിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ജയോത്സവം അതെന്നിൽ മാനിഫെസ്റ്റ്. ഓ ലാസിയ. അടുത്ത ചോദ്യം, ഇത്രയും കഷ്ടം വന്നിട്ട്, ഇത്രയും പ്രതികൂലം വന്നിട്ട് പൗലോസിന്റെ അടുക്കൽ ചോദിക്കുക, നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? നിങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ചത്തൂടെ? അതിൻ്റെ വാക്യമാണ് 11-ാം വാക്യത്തിൽ അദ്ദേഹം മറുപടി പറയുന്നത്. 11-ാം വാക്യത്തിൽ അവിടെ പറയുകയാണ്, ഞങ്ങളുടെ മർത്തിയ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ. നിങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഞങ്ങളുടെ ഈ മർത്തിയ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്. തൂങ്ങിച്ചാകാൻ വയ്യാഞ്ഞിട്ടല്ല, വിഷം കിട്ടാഞ്ഞിട്ടല്ല, പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, ആമേൻ, ഗതികേട് കൊണ്ട് ജീവിക്കുകയല്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ പിമ്പിൽ ഒരു പർപ്പസ് ഉണ്ട്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മർത്തിയ ശരീരത്തിൽ ക്യാൻസർ അല്ല, ഞങ്ങളുടെ മർത്തിയ ശരീരത്തിൽ പീഡയല്ല, ഞങ്ങളുടെ മർത്തിയ ശരീരത്തിൽ രോഗമല്ല. ഈ മർത്തിയ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ 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 ജീവൻ. എൻ്റെ ഈ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടും. എൻ്റെ ഈ ശബ്ദത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടും. എൻ്റെ ശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടും. ലാ റമഹസിയാര അദന മഹതുരിയ മഹസിയാന പ്രബലഗടി ഗജനാഥനാരഗതിയ. മലയാളത്തിൽ എൻ്റെ ശരീരത്തിൽ അവൻ്റെ ജീവൻ വെളിപ്പെടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇംഗ്ലീഷിൽ ശരീരമെന്ന് പോലും അല്ല പറഞ്ഞത്. ഈ ഫ്ലഷിനകത്ത്, ഈ മാംസത്തിനകത്ത് ദൈവത്തിൻ്റെ ജീവനെ മാനിഫെസ്റ്റ് ചെയ്യാൻ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് ഇന്ന് രാത്രി നിന്റെ ശരീരം അത് മരണത്തെ വെളിപ്പെടുത്താനല്ല, അത് രോഗത്തെ വെളിപ്പെടുത്താനല്ല. ആമേൻ. To manifest the power, the resurrection of Christ. Oh, the life of Jesus might be made manifest in our mortal flesh. Amen. His life shall be manifested in my flesh. എൻ്റെ ശരീരത്തിൽ അവൻ്റെ പുനരുത്ഥാനം. യേശു മരിച്ചു, ക്രൂശിൽ നിന്ന് ശവം ഇറക്കി, ഗോൽഗോത്ത ശൂന്യമായി. സംശയം, യേശു മരിച്ചെന്നെന്തോ ഉറപ്പ്? യേശു മരിച്ചെന്നെന്തോ ഉറപ്പ്? എന്തിനാ സംശയിക്കുന്നത്? വാന്നേ അരിമത്തിയിലെ യോസഫിന്റെ കല്ലറ ചെല്ല്. അവിടെ മുദ്ര വെച്ചിരിക്കുന്ന, കല്ല് വെച്ച് ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു കല്ലറ കാണിക്കാം. ആ കല്ലറയാ തെളിവ്, അവൻ മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ്. 3 ദിവസം ഈ കല്ലറ തെളിവായിരുന്നു. എന്തിൻ്റെയാണെന്നറിയാമോ? 3 ദിവസം ഈ കല്ലറ തെളിവായിരുന്നു. എന്തിൻ്റെ? യേശു മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു. പക്ഷെ 3 ദിവസം കഴിഞ്ഞ് ഇന്നേക്ക് 2000 വർഷമായിട്ട് ആ കല്ലറ ഒരു തെളിവാണ്. എന്തിൻ്റെ? യേശു ഉയർത്തു എന്നുള്ളതിൻ്റെ. ഇന്ന് പകൽ നീ അറിയണം,
അവന്റെ ശവം വഹിച്ച കല്ലറ അവന്റെ ഉയർപ്പിന്റെ ശക്തിയാണെങ്കിൽ, യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞാൻ, യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞാൻ. നീ കഷ്ടത്തിനായിട്ടല്ല ജീവിച്ചിരിക്കുന്നേ, നീ ശാപത്തിനായിട്ടല്ല ജീവിച്ചിരിക്കുന്നത്, നീ നരകം വിഴുങ്ങാനല്ല ജീവിച്ചിരിക്കുന്നത്, നീ പിശാചിന്റെ അടികൊള്ളാനല്ല ജീവിച്ചിരിക്കുന്നത്, നീ പാതാളത്തിന്റെ ബന്ധനം വഹിക്കാനല്ല നീ ജീവിച്ചിരിക്കുന്നത്. യു ആർ ലിവിംഗ് ടു മാനിഫെസ്റ്റ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യുവർ മോർട്ടൽ ഫ്ലഷ്. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിനകത്ത് ദൈവത്തിന്റെ അഭിഷേകം കത്തിപ്പിടിക്കുമ്പോൾ your body is going to manifest the life of Jesus. Lampromoshi para prabarthani. Las Maria Kalma Hatania Mahasaradia. Los Arakatiana Hasataria. Lamartiam Prabashmartani. ഞാൻ അഹങ്കാരമായി പറയുകയല്ല, കുഞ്ഞുങ്ങൾ യൗവനക്കാരുടെ അടുക്കൽ ആമേൻ ഒരു അവയർനെസ്സിന് വേണ്ടി പറയുകയാണ്. എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭകാലത്തിൽ ദൈവം പറഞ്ഞു, നീ തൊടുന്നിടത്ത് ഞാൻ തൊടുമെന്ന് പറഞ്ഞു. നീ തൊടുന്നിടത്ത് ഞാൻ തൊടുമെന്ന്. അതിനുശേഷമാണ് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, നീ തൊടുന്നിടത്ത് ഞാൻ തൊടുമെന്ന്. രണ്ടാമത് ദൈവം എൻ്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ ശബ്ദത്തിൽ എൻ്റെ ശക്തി വ്യാപരിക്കുമെന്ന്. അതിനനന്തരമാണ് ഞാൻ ഭൂതങ്ങളെ വായ് തുറന്ന് ശാസിക്കാൻ തുടങ്ങിയത്. എൻ്റെ ശബ്ദത്തിനകത്ത് ശക്തി വ്യാപരിക്കുമെന്ന്. അമ്മേ, ദൈവവചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ ചലിക്കുന്നത് എൻ്റെ ശബ്ദമല്ല, എൻ്റെ ശബ്ദത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദൈവം എൻ്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ ശബ്ദത്തിൽ മാത്രമല്ല നിന്റെ ശ്വാസത്തിലും ഞാൻ എൻ്റെ ശക്തി വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. എനിക്കിത് മനസ്സിലായില്ല. നിന്റെ ശബ്ദത്തിൽ മാത്രമല്ല നിന്റെ ശ്വാസത്തിലും എൻ്റെ ശക്തി വെളിപ്പെടുത്തുമെന്ന്. അപ്പോൾ അത് അന്ന് വരെ ഞാൻ ധ്യാനിച്ചിരുന്ന മനസ്സിലാക്കി വെച്ച ഒരു വാക്യമുണ്ട്, യേശു അവരെ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീനെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്ന് യേശു ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുവെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ എൻ്റെ അടുക്കൽ ഇങ്ങനെ സ്ഥിരമായി ഞാൻ നിരന്തരം ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിന്റെ ശബ്ദത്തിൽ മാത്രമല്ല നിന്റെ ശ്വാസത്തിലും എൻ്റെ ശക്തി വ്യാപരിക്കുമെന്ന്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു ക്രൂസൈഡ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ അവിടെ വന്ന ഒരു വ്യക്തി, എല്ലാവരും ഹീലായിപ്പോയി, ഒരു വ്യക്തിയുടെ മാത്രം ഭൂതം പോയില്ല. ആ വ്യക്തി ആ സ്റ്റേജിൻ്റെ അടിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഞാനിങ്ങനെ രാത്രി 12 മണിയായി, ആ ക്രൂസൈഡ് കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ടു. ക്രൂസൈഡ് ആരംഭിക്കുമ്പോൾ ഞാൻ ആ കൊച്ചിനെ കണ്ടതാണ്. നല്ല ഒരുങ്ങി, ഒരു 15-16 വയസ്സാണ്, ഒരു പാവം, ഒരു സുന്ദരി കൊച്ച് അവിടെ വന്നു. പക്ഷേ എൻ്റെ ശുശ്രൂഷയിൽ അതിൻ്റെ ഭൂത വിളകി. പക്ഷെങ്കിൽ എന്ത് ചെയ്തില്ലെന്നറിയാമോ, അത് ഹീലായില്ല. അപ്പോൾ അതിൻ്റെ സംഘാടകർ എൻ്റെ അടുക്കൽ വന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ ചുറ്റിനും നിന്ന് പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് അത് അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. അപ്പം ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോകുമ്പോൾ എൻ്റെ കണ്ണിൽ ഞാനിങ്ങനെ കാണുകയാണ്, അത് കിണറ്റി കിടക്കുന്നത് കാണുകയാണ്. അപ്പം എൻ്റെ മനസ്സിനകത്ത് ഭയമായി, ഇതിനെ രാത്രി പിശാച് കൊണ്ടുവന്ന് കിണറ്റിലിട്ടാലോ, എങ്ങനെയെങ്കിലും കൊന്നു കളഞ്ഞാലോ എന്ന് എനിക്ക് ഭയമായി തീർന്നു. ഞാൻ അവരുടെ അടുക്ക പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറെക്കുറെ 12 മണിയായി. അപ്പോൾ അവർ പെട്ടെന്ന് അതിനെ കൊണ്ടുവന്ന് നടുക്കിട്ടു. ഭയങ്കര ബഹളം, ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ടയർഡാണ്. എല്ലാവരും ചുറ്റിനും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ക്ഷീണം കൊണ്ടാക്കിയതാണ്. ഞാൻ നോക്കിയപ്പോൾ ഇത്രയും നേരം കല്ലുപോലിരുന്ന ഈ സാധനം അവിടെ നിന്ന് സ്പ്രിങ് പോലെ ഇങ്ങനെ കറങ്ങി അടിച്ച് താഴെ വീണു. എനിക്ക് ഒന്നുകൂടെ കൗതുകമായി. ഞാൻ ഒന്നും കൂടെ അടുത്ത് ചെന്ന്, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ആ രാത്രി ഞാൻ അവളുടെ അകത്ത് കിടന്ന പിശാചിനെ ഊതി ഓടിച്ചു. അന്ന് രാത്രി ഞാൻ ആ പിശാചിനെ
ഊതിയോടിച്ചു. നിന്റെ ശ്വാസത്തിൽ ദൈവശക്തി വെളിപ്പെടും. നിനക്ക് ഊതി പറപ്പിക്കാൻ കഴിയുമെന്ന് പിശാചിനെ. ചില നാളുകൾ കഴിഞ്ഞ് ദൈവം എൻ്റെ അടുക്കൽ ആരാധിച്ചിങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ തീ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ആ സമയത്ത് കർത്താവ് എൻ്റെ അടുക്കൽ പറയുക, നിന്റെ ടെമ്പറേച്ചറിനകത്ത് എൻ്റെ ശക്തിയുണ്ടെന്ന്. ഞാൻ പതുക്കെ ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ഞാൻ ഇങ്ങനെ നിന്നു. എൻ്റെ ടെമ്പറേച്ചർ അവന് കിട്ടട്ടെ. അവൻ്റെ അകത്ത് കിടക്കുന്ന ഭൂതം ഇളകുന്നത് ഞാൻ കണ്ടു. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ മോർട്ടൽ ഫ്ലഷിനകത്ത് അവൻ്റെ ലൈഫിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. Can you believe? Can you believe? നിന്റെ ശബ്ദത്തിൽ ദൈവം തന്റെ അധികാരത്തെ വെളിപ്പെടുത്തും. നിന്റെ വിരലുകളിൽ ദൈവം തന്റെ അധികാരത്തെ വെളിപ്പെടുത്തും. നിന്റെ ശ്വാസത്തിൽ ദൈവം തന്റെ അധികാരത്തെ വെളിപ്പെടുത്തും. Yes, നിന്റെ ടെമ്പറേച്ചറിൽ Laborosetolia Saboria Mahatiana Please Lordonia Please Mahania Ratunia Bahasia Lartiminia Holbatonia Praise Marasia Prabartania. നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നവന്റെ മേൽ നിന്റെ നിഴലിനെ നീ ഒന്ന് തട്ടിച്ചു നോക്ക്. ദൈവശക്തി അവിടെ വെളിപ്പെടുന്നത് കാണാ. നീ തൊടേണ്ട, നിന്റെ നിഴലിനെ നീ ഒന്ന് തട്ടിച്ചു നോക്ക്. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ ക്രിസ്തു വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി നിന്റെ നമ്മൾ പലപ്പോഴും പറയേണ്ട ശുശ്രൂഷയിൽ ദൈവം വെളിപ്പെടണമെന്ന്. ഇന്ന് രാത്രികാലം ഞാൻ കുഞ്ഞുങ്ങൾ യൗവനക്കാരുടെ അടുക്കൽ പറയുകയാണ്, നിന്റെ ശുശ്രൂഷയിലല്ല ദൈവം വെളിപ്പെടേണ്ടത്, നിന്റെ ഈ ശരീരത്തില്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. സ്തോത്ര. എലീശ എന്ന മനുഷ്യൻ മരിച്ച് അസ്ഥികൂടമായി. ആ അസ്ഥികൂടത്തിൽ പോലും എന്ത് വെളിപ്പെട്ടെന്നറിയാമോ? ദൈവത്തിന്റെ ജീവൻ വെളിപ്പെട്ടെന്ന്. അല്ലെന്നേ, അതിനപ്പുറം ഒന്ന് പറയാ. പത്രോസും പൗലോസും നടന്നു പോകുമ്പോൾ അവരുടെ നിഴലിനകത്തു പോലും ദൈവശക്തി വെളിപ്പെട്ടെന്നേ. പിന്നെ പൗലോസും മുഖം തുടച്ചിട്ട് ഒരു തൂവാല അവിടോട്ടിട്ടാല് അതിനകത്തു പോലും ദൈവശക്തി വെളിപ്പെട്ടെന്നേ. ഇന്ന് രാത്രികാലം അഭിഷക്ത ദൈവജനമേ, let Christ be manifested in your mortal flesh. യേശുവേ, 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 manifest. Let God be manifested. Let His life, let His power. ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ ക്രൂശ് എൻ്റെ ശരീരത്തിലുണ്ട്. പക്ഷേ അതുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ് ഞാനിവിടെ നിന്ന് ഞാൻ ഒത്തിരി കഷ്ടം സഹിച്ചാ കേട്ടോ. സാക്ഷ്യം പറഞ്ഞാണോ ഞാനത് വെളിപ്പെടുത്തേണ്ടത്? അവൻ്റെ ക്രൂശ് എൻ്റെ ശരീരത്തിൽ കിടപ്പുണ്ടെങ്കിൽ അവൻ്റെ ശക്തി എൻ്റെ അകത്തു നിന്ന് വെളിപ്പെടും. ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത്, ദൈവരാജ്യത്തിനകത്ത് പൈശാചിക ആക്രമണത്തിൽ മുറിവേറ്റവരുണ്ടെങ്കിൽ, വേദനപ്പെട്ടവരുണ്ടെങ്കിൽ, സ്പിരിച്വൽ വാർഫെയറിനകത്ത് തകർന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലാണ് ദൈവം തന്റെ ശക്തിയെ, തന്റെ മഹത്വത്തെ
Laba, Lagos, Latinia. Let Christ be manifested. ക്രിസ്തു വെളിപ്പെടട്ടെ, ക്രിസ്തു വെളിപ്പെടട്ടെ, ക്രിസ്തു വെളിപ്പെടട്ടെ, ക്രിസ്തു വെളിപ്പെടട്ടെ. ക്രിസ്തു വെളിപ്പെടട്ടെ, ക്രിസ്തു വെളിപ്പെടട്ടെ. നിന്റെ ശരീരത്തിൽ ഒരു പിശാചല്ല, നിന്റെ ശരീരത്തിൽ ഒരു ഭൂതമല്ല, നിന്റെ ശരീരത്തിൽ ഒരു രോഗമല്ല. നിന്റെ ശരീരത്തിൽ ക്രിസ്തു വെളിപ്പെടട്ടെ. നിന്റെ ഫ്ലഷിനകത്ത് ക്രിസ്തു വെളിപ്പെടട്ടെ. Amen. 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 ഗലാത്യലേഖനം 2-ാം അധ്യായം, ഗലാത്യലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ദൈവത്തിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കരമുയർത്തി സ്തോത്രം പറഞ്ഞു. ആമേൻ. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ പൗലോസിന്റെ ആഗ്രഹം എന്താ? ദൈവത്തിനായി ജീവിക്കണം. അത് 19-ാം വാക്യത്തിലല്ല, ഒരു കാലഘട്ടം മുഴുവനും പൗലോസിന് എന്തായിരുന്നു ആഗ്രഹമെന്നറിയാമോ? ദൈവത്തിനു വേണ്ടി ജീവിക്കണം, ദൈവത്തിനു വേണ്ടി ജീവിക്കണം. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി ദൈവത്തിനു വേണ്ടി ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. അത് 19-ാം വാക്യം. പക്ഷെ 20-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ ഞാനിപ്പോ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയല്ല, ക്രിസ്തു എന്നിൽ കൂടെ ജീവിക്കുകയാണ്. ഓ, ലിവിങ് ഫോർ ക്രൈസ്റ്റ് അല്ല, Christ living in me. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാൻ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുകയല്ല, ദൈവം എന്നിൽ കൂടെ ചിലത് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയല്ല, ദൈവം എന്നിൽ കൂടെ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി നീ കർത്താവിന് വേണ്ടി ശുശ്രൂഷിച്ച കാലം കഴിഞ്ഞോ, പകരം ദൈവം നിന്നിൽ കൂടെ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. Las Marthonia, Las Maria Kalbala Prabartania, Ligadi Gadi 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 Gadaga Prabartani. നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയല്ല. ഇന്ന് രാത്രി ഞാൻ അതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയാം. ആമേൻ. I am not preaching for Christ, but I am praying, let God preach in me. ആമേൻ. ഞാൻ ക്രിസ്തുവിനെ വേണ്ടി പ്രസംഗിക്കുകയല്ല, പകരം ക്രിസ്തു എന്നിൽ നിന്ന് പ്രസംഗിക്കട്ടെ. ഞാൻ ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുകയല്ല, ക്രിസ്തു എന്നിൽ നിന്ന് സംസാരിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരുടെ അടുക്കൽ പറയുന്നു, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണ്ട, പകരം ദൈവം നിന്നിൽ കൂടെ ജീവിക്കട്ടെ. എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണ്ട, പകരം ദൈവം എന്നിൽ കൂടെ ജീവിച്ചാൽ മതി. എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്യാൻ കഴിയോ? എനിക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം എന്നിൽ കൂടെ പ്രവർത്തിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു? Holy Spirit, Holy Spirit, Holy Spirit, Ram
എന്നെ ദൈവം പാട്ടത്തിനെടുത്ത് ദൈവരാജ്യത്തിന്റെ വിത്ത് എന്നിൽ വിതച്ച് എന്നിൽ ദൈവരാജ്യത്തിന്റെ കൃഷി ദൈവം നടത്തി ദൈവം എന്നിൽ നിന്ന് കൊയ്തെടുക്കട്ടെ. എന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ല, അതുകൊണ്ട് ദൈവം എന്നിൽ കൂടി എന്തെങ്കിലും ചെയ്യട്ടെ. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എനിക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ആകയാൽ കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കണം, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, എന്നേക്കാൾ മിടുക്കന്മാർ പോലും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ആക്കി ദൈവത്തിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞോ, ദൈവം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ചെയ്യാനുള്ളത് എന്നെ എടുത്ത് ചെയ്തു കൊള്ളുക. ഇന്ന് രാത്രി ഞാനൊരു യാഥാർത്ഥ്യം പറയാം, എനിക്കും നിനക്കും ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പകരം ദൈവം നമ്മെ എടുത്ത് എന്തെങ്കിലും ചെയ്യുന്നെങ്കിലേ ഉള്ളൂ. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചത് ദൈവത്തിനായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവനല്ല, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ജീസസ്. ക്രിസ്തു എൻ്റെ അകത്ത് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തു എൻ്റെ അകത്ത് ജീവിക്കണമെങ്കിൽ, ക്രിസ്തു എന്നിൽ കൂടെ ജീവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം, സുപരിചിതമായ ഭാഗം. ആമേൻ. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആമേൻ ഒരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ. ലോകത്തിൽ ദുരാത്മാക്കളെ ഏറ്റവും കൂടുതൽ വഹിക്കാൻ കഴിയുന്നത് ആർക്കാണെന്നറിയാമോ? ലോകത്തിൽ ദുരാത്മാക്കളെ ഏറ്റവും കൂടുതൽ വഹിക്കാൻ കഴിയുന്നത് ആമേൻ വൃക്ഷങ്ങൾക്കാണോ, ആമേൻ തടിക്കാണോ, ഇരുമ്പിനാണോ, സ്വർണത്തിനാണോ, ആമേൻ വലിയ ക്ഷേത്രങ്ങൾക്കാണോ, ആമേൻ ആർക്കാണ് ദുരാത്മാക്കളെ ഏറ്റവും കൂടുതൽ വഹിക്കാൻ കഴിയുന്നത്? ഇന്ന് രാത്രി ഞാൻ ആമേൻ നിങ്ങളുടെ അടുക്കൽ ഇങ്ങനെ പറയാ, സ്തോത്ര, ഏറ്റവും കൂടുതൽ ദുരാത്മാക്കളെ ക്യാരി ചെയ്യാൻ കഴിയുന്നത് ആർക്കാണെന്നറിയാമോ? ആമേൻ നമ്മുടെ ഈ ശരീരത്തിനാണ്. അതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ശരീരം വഹിക്കുന്ന പിശാചുക്കളെ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന് വഹിക്കാൻ കഴിയുന്ന പിശാചുക്കളെ നമ്മൾ ഈ മനുഷ്യ ശരീരത്തിൽ നിന്നെടുത്ത് മൃഗങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എത്ര മൃഗങ്ങളെ വേണം ഒരു മനുഷ്യൻ്റെ ശരീരം വഹിച്ച പിശാചുക്കളെ വഹിക്കാൻ? ഏകദേശം എത്ര മൃഗങ്ങൾ വേണ്ടി വരും? എത്ര വേണ്ടി വരും? 2000 എന്ന് പറഞ്ഞാൽ 2000 മൃഗം വഹിക്കുന്ന പിശാചിനെ ഒരു മനുഷ്യന് വഹിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞ വേദഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗദരദേശത്ത് ഭൂതബാധിതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അകത്ത് 6000 പിശാച് കിടക്കുകയാ. ആമേൻ. ഒരു ലീജിയൻ. ഈ 6000 പിശാചുക്കൾ യേശുവിൻ്റെ അടുക്കൽ ചോദിച്ചോ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി ഒരുമിച്ച് താമസിക്കാൻ ഒരു സ്ഥലം വേണോ? ആമേൻ. യേശു ചോദിച്ചു, ഇപ്പം നിങ്ങളെല്ലാം കൂടെ എവിടോട്ട് പോയി താമസിക്കാം? അതെ, അവിടെ 2000 പന്നി മേഞ്ഞുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഒരുത്തൻ്റെ മേളിൽ ഞങ്ങൾ 3 പേര് വെച്ച് കയറാം. അങ്ങനെ 2000 പേരിൽ ഞങ്ങൾ എത്ര പേര് കയറാം? 6000 പേര് കയറാം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, ആമേൻ, 3:6000. ഒരു പന്നിക്ക് 3 പിശാചിനെ കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ ഒരു മനുഷ്യൻ 6000 പിശാചിനെ കൊണ്ടു നടക്കാൻ കഴിയും. ആമേൻ. അപ്പൊ ദൈവം ഒരു മനുഷ്യനെ ഇത്രയും വലിയ ഒരു കാരിയറായിട്ടാണ് സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്നറിയാമോ? 6000 ഭൂതത്തെ കൊണ്ട് നടക്കാനല്ല, പകരം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്
എന്റെ സഹോദരങ്ങളെ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം വരുമ്പോൾ അതിൻ്റെ 12 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ, 11 തുടങ്ങിയ വാക്യങ്ങളിൽ വരുമ്പോൾ ആമേൻ, ഒരു ശുശ്രൂഷകൻ പണിയുകയാണ്. അവൻ പണിയുന്ന ഒരു വീടിനെ കുറിച്ച് പറയുകയാണ്. വൈക്കോല് കൊണ്ട്, പൊന്നുകൊണ്ട്, വെള്ളി കൊണ്ട്, ഇരുമ്പ് കൊണ്ട്, കല്ലുകൊണ്ടൊക്കെ പണിയുകയാണ്. ആമേൻ. എന്നാൽ ആ പണിയുന്നതിനെ തീ വന്നാൽ എന്ത് സംഭവിക്കാം? വെന്തുപോകാം, വെന്തുപോകാതിരിക്കാം. ആമേൻ. അപ്പൊ പണിയുന്നതിന് വെന്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ 3:12 തുടങ്ങി 15 വരെ പറയുകയാണ്. 1 കൊരിന്ത്യർ 3:11 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഒരു കെട്ടിടം പണിയുകയോ ആ കെട്ടിടം നശിച്ചു പോകാനുള്ള സാധ്യതകളെ കുറിച്ചുമാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാനൊരു കെട്ടിട നിർമ്മാണത്തെക്കുറിച്ചോ ആ കെട്ടിട നിർമ്മാണം നശിച്ചു പോകാനുള്ള സാധ്യതയെക്കുറിച്ചും ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇന്ന് രാത്രി നീ അല്ല നിന്നെ പണിയുന്നത്, നീ ദൈവത്തിൻ്റെ മന്ദിരമാകുമ്പോൾ ദൈവം നിന്നെ പണിത്, ദൈവം നിന്നെ സൂക്ഷിച്ച്, ദൈവം നിന്നെ സംരക്ഷിക്കും. ലാമനസിയ ലാം പ്രമശല ലാം തുരിയ മഹസിയാന്തര. പൗലോസ് പറയുകയാണ്, 12-ാം വാക്യത്തിൽ പറയുകയാണ്, ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നീ ഒരു കെട്ടിടം പണിതാൽ ആരുടെ പ്രവൃത്തി വെളിപ്പെട്ട് വരും? നീ ഒരു കെട്ടിടം പണിതാൽ ആരുടെ പ്രവൃത്തി വെളിപ്പെട്ട് വരും? അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. പക്ഷേ ദൈവത്തിൻ്റെ മന്ദിരമായി നീ മാറിക്കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. ആമേൻ. എൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു പണി അല്ല, പകരം ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മന്ദിരം. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് അങ്ങനെ ശുശ്രൂഷിക്കാൻ പറയുന്നു. ശുശ്രൂഷയുമായി കണക്റ്റായി കയറി വരുന്ന ചില കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഒരു മിനിസ്ട്രിയെ നീ ബിൽഡപ്പ് ചെയ്യരുത്. നിന്റെ മിനിസ്ട്രി ബിൽഡപ്പ് ചെയ്താൽ നിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും, തീക്കകത്ത് അതിന് ഛേദം വരും. പക്ഷേ നീ ദൈവത്തിന്റെ ഒരു മിനിസ്ട്രിയായി മാറിയാൽ, നീ ദൈവത്തിന്റെ ഒരു മന്ദിരമായി മാറിയാൽ, അതിനെതിരെ തീ വന്നാൽ ദൈവം തീയെ നശിപ്പിക്കും. പതിനഞ്ചാം വാക്യത്തിൽ പറയാ, നീ ഒരു മിനിസ്ട്രി പണിതോ. 15-ാം വാക്യം, നീ ഒരു ബിൽഡിംഗ് പണിതോ, നീ ഒരു ശുശ്രൂഷ പണിതോ, അതിന് വെന്തുപോയാൽ നിനക്ക് ഛേദം വരും. കേട്ടോ, നീ ഒരു ശുശ്രൂഷ പണിതെടുത്തു, അത് വെന്തുപോയാൽ ആർക്ക് ഛേദം വരും? നിനക്ക് ഛേദം വരും. നീ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുത്തോ, നീ ഒരു സൽപ്പേരുണ്ടാക്കിയെടുത്തോ, ആമേ, അത് വെന്തുപോയാൽ ആർക്ക് ഛേദം വരും? നിനക്ക് ഛേദം വരും. പക്ഷേ അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നീ പണിത് പൊളിഞ്ഞു പോയ ആർക്കാ നഷ്ടം? ഞാൻ പണിത് പൊളിഞ്ഞു പോയ ആർക്കാ നഷ്ടം? എനിക്ക്. പക്ഷെ ദൈവം പണിതതിനെ പൊളിക്കാൻ ഒരുത്തം വന്നാൽ ദൈവം അവനെ തിരിച്ചു പൊളിക്കും. ഇന്ന് രാത്രി എൻ്റെ ശരീരത്തിൽ ദൈവം വെളിപ്പെടട്ടെ, ദൈവം വെളിപ്പെടട്ടെ. We are not building a temple for God, but we are being transformed as the temple of God. ഞങ്ങൾ ദൈവത്തിന് ക്ഷേത്രം പണിയുന്നവരല്ല, പകരം ഞങ്ങൾ ദൈവത്തിന് ക്ഷേത്രമായി തീരുന്നവരാണ്. ജീസസ്. ഞങ്ങൾ ദൈവത്തിന് ആലയം പണിയുന്നവരല്ല, പകരം ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയമായി തീരുന്നവരാണ്.
ലേർ അസ്മറോനിയ ലകടിയം പ്രബശേർതേനിയ ലാരസാരിയ. ഇന്ന് രാത്രി അതിനകത്തുനിന്ന് ശുശ്രൂഷയുടെ ഒരു തല പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നുവെന്ന് ലാരസകലിയ പ്രോസ് മലലലലലലാരിയ റാസ് ബലരരരദര റാസ് മര പ്രബർതാരിയ റാസ് എറകടിയം പ്രബശതാരിയ. എന്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവൃത്തി 19 കടന്നു വരുമ്പോൾ അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി ശിഷ്യന്മാരെ കണ്ട് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു. ഈ എഫെസോസിന്റെ പശ്ചാത്തലം പഠിച്ചാൽ എഫെസോസിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 400 അടി നീളമുള്ള ക്ഷേത്ര, 200 അടി വീതിയുള്ള ക്ഷേത്ര, 80 മൊസൈക്ക് തൂണുകളുള്ളതായ ക്ഷേത്ര. അതിനകത്ത് പകുതിയോളം സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. അതിലെ ഓരോ തൂണുകളും ഓരോ രാജാക്കന്മാർ പണിതു കൊടുത്തതാണ്. അവിടെ വരുന്ന എഫെസോസിലെ ആ ക്ഷേത്ര രൂപങ്ങളെ പോലും, ആ ചെറിയ ക്ഷേത്രത്തിന്റെ ആ മോഡലുകളെ വിൽക്കുന്നതിന് പോലും അതിന് പോലും ഭയങ്കര വിലയാണ്. പുരാതന ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് എന്തെന്നറിയാമോ? ഡയാനയുടെ എഫെസോസിലെ ക്ഷേത്രം. പക്ഷേ ഡയാനയുടെ എഫെസോസിലെ ക്ഷേത്രം, ഈ ഡയാനയുടെ എഫെസോസിലെ ക്ഷേത്രത്തിനകത്തിരിക്കുന്നത് ആകാശത്തു നിന്ന് വീണ ഒരു ഉൽക്കക്കഷണമാണ്. ആ ഉൽക്കക്കഷണം, കരിപുരണ്ട ഉൽക്കക്കഷണത്തെ ഇതിനകത്ത് വെച്ച് ആരാധിച്ച് ഡയാനയുടെ ക്ഷേത്രം. ഞാൻ ഒന്നുകൂടി പറയാം, 400 അടി നീളമോ 250-ലധികം അടി വീതിയുമുള്ള ഭയങ്കരമായിരിക്കുന്ന ക്ഷേത്രം. ഈ ഹോള്, നമ്മുടെ ഈ ഹോള് തുടങ്ങി ഈ ഒരു ഭാഗം ഒരു 100 അടി എന്നിരിക്കട്ടെ, ഈ ഹോള് 100 അടി എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഡയാനയുടെ ക്ഷേത്രം ഇതിൻ്റെ 4 മടങ്ങ് നീളമുണ്ടായിരുന്നു. ഈ ഹോളിൽ ഏതാണ്ട് ഒരു 4 തൂണുകളാണുള്ളത്, 8 തൂണുകളാണുള്ളത്. എന്നാൽ ഡയാനയുടെ ക്ഷേത്രത്തിൽ 80 തൂണുകളാണ് ഉണ്ടായിരുന്നത്. ഇത് സിമന്റാ, പക്ഷെ അത് സ്വർണം പൊതിഞ്ഞ തൂണാണ്. പക്ഷേ ഈ എഫെസോസിന്റെ പട്ടണത്തിലേക്ക് 5 അടി ഉയരമുള്ള മൂക്ക് വളഞ്ഞ ഒരു കഷണ്ടിത്തലയൻ, കട്ടിപ്പിരികളുള്ള കണ്ണിന് കാഴ്ച കുറഞ്ഞ ഒരു മനുഷ്യൻ കയറി വന്നു. ആ മനുഷ്യൻ വലിയ പുള്ളിയൊന്നുമല്ല, പക്ഷെ ആ മനുഷ്യൻ കയറി വന്നപ്പോൾ ഈ ഡയാനയുടെ 400 അടി നീളമുള്ള ക്ഷേത്രത്തെ നോക്കിയിട്ട് 19-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 19:27, അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 19:27, അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരും. ഡയാനയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരും. എന്താ കാര്യമെന്നറിയാമോ? 400 അടി നീളമോ 200 അടി വീതിയുമുള്ള ഡയാനയുടെ ക്ഷേത്രത്തെക്കാട്ടിലോ വലിയൊരു ക്ഷേത്രം എഫെസോസിലെത്തി. ആ ക്ഷേത്രത്തിന്റെ പേർ പൗലോസ്. ഇന്ന് രാത്രി ചിലരുടെ മേലൊരു അഭിഷേകം സ്വർഗം പകർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ സാധനത്തെ പൊളിക്കുന്ന ഒരു അഭിഷേകം, ഞാൻ മുമ്പേ പറഞ്ഞ സാധനത്തെ പൊളിക്കുന്ന ഒരു അഭിഷേകം. കാരണം അതിനേക്കാൾ വലിയതാ നീ എന്ന്. നീ ദൈവത്തിന്റെ മന്ദിരം, നീ ദൈവത്തിന്റെ മന്ദിരം, നീ ദൈവത്തിന്റെ മന്ദിരം. നിന്റെ പ്രാർത്ഥനാ മുറി ചില നിന്നെ പൊളിച്ചു കളയട്ടെ. Lambroma hasi prabartha eniba. Timol bakashya prabartha. Ribal mahasya prabacha. Thal mohasara bapra. Lightiona mahashi prabartha. Jimonia ranthama nabata matamata. Ramush bel kari mania santu. Lamthuriam pramarthania prabash. Lamthuriam pramash marthania. Ram pramash marthania prabash.
ദെമത്രിയോസിന്റെ പരിപാടിയും തീരും. ദെമത്രിയോസിന്റെ കച്ചവടവും പൂട്ടും. എഫെസോസിലെ പരിപാടിയും പൂട്ടും. ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറ. അന്ധകാര ശക്തികളുമായി, ഡാർക്ക് പവറുകളുമായി, ഡാർക്ക് എനർജികളുമായി കണക്റ്റായി നിന്നുകൊണ്ട് വ്യാപാരം ചെഴിപ്പിക്കുന്ന ചില ഇരുട്ടിൻ്റെ മേഖലകളെ പ്രബോൽ ഖമാസ് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ സിഥേ നിഹാം സിബോർ ഖമേനിയ ലൗർ തിബിരി പ്രബോഷ് ലാഠി ബിറ്റിയോർസ് സ്വർഗം അത് പൊളിച്ചു കളയുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വെളിപ്പാടിനെ ഞാൻ പിന്നെയും ഡിക്ലെയർ ചെയ്യുന്നു. ഡാർക്ക് എനർജികളുമായി കണക്റ്റായി നിന്ന് ഉയർന്നു നിൽക്കുന്നതായ ചില സംരംഭങ്ങളെ ദൈവം ഒന്നുമല്ലാതാക്കി കളയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദെമത്രിയോസ് തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ പണി തൊഴിൽക്കാർക്ക് ലാഭം വരുത്തുന്നതായിരുന്നു. പക്ഷേ പൗലോസ് എന്ന ക്ഷേത്രം അവിടേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ, പൗലോസ് എന്ന മന്ദിരം അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ദെമത്രിയോസിന്റെ പണി കൊണ്ടിപ്പോൾ തൊഴിൽക്കാർക്ക് ലാഭം വരുന്നില്ല. ഇന്ന് രാത്രികാലം പട്ടണങ്ങളെ ഭരിക്കുന്ന സകല ഡാർക്ക് എനർജി പവേഴ്സുകളെയോ ഞാൻ ദൈവാധികാരത്തിൽ ഇതിനകത്തു നിന്ന് ബന്ധിച്ച് പാതാളത്തിൻ കീഴിൽ അടിമപ്പെടുത്തി കളയുന്നു. നമ്മൾ ദൈവത്തെ ക്യാരി ചെയ്യുക, ദൈവത്തിന്റെ ക്ഷേത്രമാവുക. ജീസസ്, നമ്മൾ ക്ഷേത്രം പണിയുന്നവരല്ല, പകരം നമ്മൾ ദൈവത്തിന്റെ ക്ഷേത്രം ആകുന്നവരാണ്. അപ്പം ദൈവത്തിന്റെ ക്ഷേത്രമാകുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താണ് ക്യാരി ചെയ്യുന്നത്? സാധാരണമായ ഒരു പേഗൻ മതത്തിനകത്ത്, ഒരു ക്ഷേത്രത്തിനകത്ത് എന്തുണ്ടായിരിക്കണം? ഒരു ക്ഷേത്രത്തിനകത്തൊരു വിഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങളൊരു ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ പൂജാവിഷയം എന്താണ്? ആ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്താണ്? ആ ക്ഷേത്രത്തിലെ മൂർത്തി എന്താണ്? ആമേൻ. അത് ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങളുടെ അകത്ത് വസിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നത്. ആമേൻ. എന്നാൽ ഞാൻ അതിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാനൊരു മൺപാത്രമാണ്. പക്ഷേ മൺപാത്രത്തിനകത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിക്ഷേപമാണ്. ഞാൻ അടുത്ത കാര്യം ചോദിക്കുകയാണ്, ഈ നിക്ഷേപം എവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാ? ഈ നിക്ഷേപം എവിടെ നിന്ന് കൊണ്ടുവന്നതാ? എൻ്റെ വല്യപ്പൻ്റെ ഭൂസ്വത്ത് വിറ്റപ്പം കിട്ടിയതാണോ? അല്ല. ഈ നിക്ഷേപം എവിടെ നിന്ന് കൊണ്ടുവച്ചതാണ്? ഈ നിക്ഷേപം എവിടെ നിന്ന് കൊണ്ടുവച്ചതാ? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ്. അടുത്ത ചോദ്യം, ഈ മൺപാത്രം എന്ന് പറഞ്ഞാൽ എർത്തൺ വെസൽ. ഈ മൺപാത്രം എവിടെ നിന്നുണ്ടായി വന്നതാണ്? ഭൂമിയിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. അപ്പൊ ഭൂമിയിൽ നിന്നുണ്ടായി വന്ന പാത്രത്തിനകത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സംഗതിയെ സൂക്ഷിക്കുക. ആമേൻ. ഈ ശരീരം ഭൂമിയിൽ നിന്നുണ്ടായി വന്നതാണ്. പക്ഷെ ഈ ശരീരം ക്യാരി ചെയ്യുന്ന ദൈവ സാന്നിധ്യം, ദൈവശക്തി, അത് സ്വർഗത്തിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തതാണ്. സ്വർഗത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഭൂമിയിലെ പാത്രത്തിനകത്ത് ക്യാരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഭൂമിയിൽ കൈകാര്യം ചെയ്യാൻ, ഭൂമിയിൽ
സൂക്ഷിക്കാൻ വെച്ചിരിക്കുന്ന ഒരു earthen vessel. ഞാൻ ഇങ്ങനെ പറയാ, heavenly treasure in an earthen vessel. ആരാണ് നീ? നിന്റെ ഐഡന്റിറ്റി എന്താണ്? ഒറ്റ സെന്റൻസിൽ ഞാൻ ഇങ്ങനെ പറയാ, heavenly treasure in earthen vessel. അതാണ് എൻ്റെ ഐഡന്റിറ്റി. ആമേൻ. അപ്പൊ എൻ്റെ അകത്തിരിക്കുന്ന മൂർത്തി ഏതാ? ദൈവത്തിൻ്റെ ആത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്താ? അത്യന്ത ശക്തി. അത് ദൈവം നിക്ഷേപമായി നൽകിയിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം പരിശുദ്ധാത്മാവിനെ ദാനമായിട്ടാണ് നൽകുന്നത്. പക്ഷെ ശക്തിയെ ദൈവം ദാനമായിട്ടല്ല നൽകുന്നത്. ശക്തിയെ ദൈവം എന്തായിട്ടാണ് നൽകുന്നത്? നിക്ഷേപമായിട്ട് നൽകുന്നത്. സ്തോത്ര. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാകുന്നു, അമ്മേ, ഈ നിക്ഷേപം എന്ന് പറഞ്ഞാൽ, നിക്ഷേപം നിങ്ങൾ എവിടെയാ നിക്ഷേപിക്കുന്നത്? ഒറ്റ വാക്കി ഞാൻ ചോദിക്കുക. ഞാൻ എന്തിനാ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നിങ്ങൾ എവിടെയാ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ എവിടെയാ നിക്ഷേപം കിട്ടുന്നത്? അമ്മേ, നിങ്ങൾക്ക് അമ്മേ ആരോടെങ്കിലും ദയ തോന്നി നിങ്ങൾ അയ്യോ അവൻ കാശില്ലാത്തവനല്ലേ, അമ്മേ അവൻ പാവപ്പെട്ടവനല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടുപോയി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമോ? ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരുടെ പക്കലായിരിക്കും? അമ്മേ, ഇന്ന് ധിരുഭായി അംബാനിയുടെ മോൻ വന്ന് നിങ്ങളുടെ അടുക്കൽ പറയാ, നിന്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നേര്, ഞാനത് സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്മേ മനസ്സില്ലാ മനസ്സോടെ നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്തു കൊടുക്കും. കാരണം അംബാനി ഇപ്പം സക്സസ് ആകുന്നത് കൊണ്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഭയം കാണോ, ഇവൻ പൊട്ടിപ്പോയാലോ എന്ന് നിങ്ങൾക്കൊരു ഭയം കാണോ. ഒരു സമയത്തൊക്കെ നമ്മുടെ നാട്ടിലെല്ലാവരും പ്രൈവറ്റ് ബാങ്കുകളിൽ, സഹകരണ ബാങ്കുകളിലുമായിരുന്നു ഇടുന്നത്. ഇപ്പോൾ ആരും ഇടത്തില്ല. ഇപ്പൊ ദേശസാൽകൃത ബാങ്കുകളിലാണ് ഇടുന്നത്. എന്താ കാരണമെന്നറിയാമോ? അമേൻ. 1, സുരക്ഷിതത്വം ഉണ്ടാകണം. 2, നിക്ഷേപിക്കുന്നത്. 1, നിക്ഷേപം സുരക്ഷിതത്വമുള്ളിടത്ത്. 2, ഈ നിക്ഷേപം ഇടുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഇൻട്രസ്റ്റ് എത്ര കിട്ടുമെന്നാ. അമേ എന്ന് പറഞ്ഞാൽ റിട്ടേൺ എത്ര കിട്ടോ. അപ്പൊ നിക്ഷേപം ഒരിടത്തിട്ടാൽ അത് കുറെ കഴിയുമ്പോൾ എന്തായി വരോ? അത് പെരുകി വരോ. അപ്പൊ ദൈവം എൻ്റെ മേലും നിന്റെ മേലും അഭിഷേകം നൽകുന്നത്, അമേ, ദൈവം എൻ്റെ മേലും നിന്റെ മേലും ദൈവശക്തി നൽകുന്നത്, ദൈവം നമ്മുടെ മേൽ ദൈവശക്തി ചെയ്യുന്നത്, അത് ഔദാര്യമല്ല, അത് ചുമ്മാതെ സ്നേഹത്തിൽ തരുന്നതല്ല. വിശ്വസ്തരെ നെണ്ണി നമ്മളുടെ അകത്തവൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ അതിനകത്തു നിന്ന് ഒരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. അഭിഷേകം, ദൈവശക്തി പ്രാപിക്കാത്തവർ കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെയും തട്ടിമുട്ടി അങ്ങ് ജീവിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ദൈവശക്തി നിന്റെ മേളിൽ വന്നിട്ടുണ്ടെങ്കിൽ യു ആർ ഒബ്ലിക് ടു ഗോഡ്. നീ ദൈവത്തിന് കടപ്പെട്ടവനാ. എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ദൈവത്തിന് സമയാസമയങ്ങളിൽ അതിൻ്റെ റിട്ടേൺസ് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവം നിന്റെ മേളിൽ അഭിഷേകമിട്ടത്, ദൈവം നിന്റെ മേളിൽ ശുശ്രൂഷ ഇട്ടത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാണ്. ജീസസ്. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പം ദൈവം നമ്മുടെ അകത്ത് തൻ്റെ ശക്തിയെ ഇൻവെസ്റ്റ് ചെയ്ത് ശക്തിയെ നമ്മളെ കൊണ്ട് ക്യാരി ചെയ്യിക്കുന്നു. ഈ ശക്തി, അമേൻ, നമ്മുടെ വാക്യം ഏതാണെന്നറിയാമോ? ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുകയല്ല, ക്രിസ്തു എന്നിൽ കൂടെ സംസാരിക്കുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയല്ല, ദൈവം എന്നിൽ കൂടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, ദൈവത്തിൻ്റെ ശക്തി എന്നിൽ കൂടെ വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ ശക്തി എന്നിൽ കൂടെ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒറ്റ ഒരു വാക്യം പറഞ്ഞിട്ട് ഞാൻ അടുത്ത വാക്യത്തിലേക്ക് കയറാം. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ദാഹിക്കുന്ന എല്ലാവനും എൻ്റെ അടുക്കൽ വരട്ടെ, സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. അമേൻ. ദാഹിക്കുന്നവൻ കുടിച്ചോണം, പക്ഷെ വിശ്വസിക്കുന്നവൻ്റെ അകത്തുനിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അമേൻ. എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്നവൻ വന്ന് കുടിച്ചിട്ട് പൊക്കോട്ടെ, പക്ഷെ വിശ്വസിക്കുന്നവൻ കുടിച്ചിട്ട് പോകാനുള്ളവനല്ല. വിശ്വസിക്കുന്നവൻ ഒരു ഫൗണ്ടനായി മാറ്റപ്പെടണം. വിശ്വസിക്കുന്നവൻ ഒരു ഫൗണ്ടനായി മാറ്റപ്പെടണം. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മാറായിലെത്തി. മാറായിൽ നിന്ന് അവരെവിടേക്ക് പോയി? സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പറഞ്ഞു? മാറായിൽ നിന്ന് അവരെങ്ങോട്ട് പോയി? മാറായിൽ നിന്ന് അവരെങ്ങോട്ട് പോയി? അയ്യോ, മാറായിൽ നിന്നവർ
ഏലീമിലേക്കെത്തി. സംഖ്യാപുസ്തകം 33 അധ്യായം 9 വാക്യമാണെന്നാ തോന്നുന്നത്. മാറായിൽ നിന്ന് പുറപ്പെട്ടവർ ഏലീമിലെത്തി. ഏലീമിൽ എന്തുണ്ടായിരുന്നു? എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏലീമിൽ എന്തുണ്ടായിരുന്നു? എത്ര നീരുറവുണ്ടായിരുന്നു? 12 നീരുറവകളും പിന്നെ 70 ഈത്തപ്പനകളും. അവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അമേൻ. 12 നീരുറവെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എലീമിലെത്തിയപ്പോൾ ദൈവം അവൻ്റെ അടുക്കൽ പറയുവാ, അമേൻ, നിന്റെ ജീവിതത്തിൽ മാറ വന്നു എന്നുള്ളത് സത്യമാ. പക്ഷെ നീ മാറയല്ല, നീ 12 അപ്പന്മാരുടെ മക്കളാ നിങ്ങൾ. ഈ 12 അപ്പന്മാരും ആരാണെന്നറിയാമോ? 12 നീരുറവകളാ. അമേൻ. നിങ്ങൾ വല്ലവൻ്റെ വെള്ളം കുടിച്ച് ജീവിക്കേണ്ടിയവരല്ല, നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഉറവയായിരിക്കണം. ജീസസ്. എന്നിട്ട് അവിടെ 70 ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു. എന്താണ് 70ന്റെ പ്രത്യേകത എന്നറിയാമോ? അമേൻ. യാക്കോബ് അവിടെ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ 66 പുരുഷന്മാരും 4 സ്ത്രീകളും ചേർത്ത് 70 പേരായിരുന്നു എന്ത് ചെയ്തത്? സ്തോത്രം. 70 പേരായിരുന്നു മിസ്രൈമിലെത്തിയത്. പിൽക്കാലത്ത് ഇസ്രായേലിലെ പ്രഭുക്കന്മാരുടെ എണ്ണം 70 ആയിരുന്നു. അപ്പൊ ദൈവം അവന്റെ അടുക്കൽ പറയാം, നിന്റെ പിതാക്കന്മാർ നീരുറവ് പോലെ ഒഴുകിക്കൊണ്ടിരിക്കും, നിന്റെ പ്രഭുക്കന്മാർ പന പോലെ തഴയ്ക്കും. അപ്പൊ ദൈവം ഒരു ഉറപ്പ് നൽകിയ, നിന്റെ പിതാക്കന്മാരെ ഓർത്ത് ഞാൻ നീരുറവ് പോലെ നിന്നെ വിശാലപ്പെടുത്തോ, നിന്റെ പ്രഭുക്കന്മാരെ ഓർത്ത് ഞാൻ നിന്നെ പന പോലെ തഴപ്പിക്കാം. ഞാനിത് പറഞ്ഞതിൻ്റെ ഭാഗ ഒരു ദൈവമനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ ശക്തിയെ ക്യാരി ചെയ്താൽ ആ ശക്തി എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക? അവനിൽ നിന്ന് പുറപ്പെട്ടു പോയിക്കൊണ്ടേ ഇരിക്കണം. ആമേൻ. അവനിൽ നിന്ന് ശക്തി പുറപ്പെടേണ്ട. യേശുവിൻ്റെ പുറകിൽ കൂടെ 12 സംവത്സരത്തെ രക്തസ്രവക്കാരി വന്ന യേശു അറിയാതെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടോ പെട്ടെന്ന് അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടോ. ആമേൻ. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഞാനിത് ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം പ്രാർത്ഥനാ സമയത്ത് പത്രോസും യോഹന്നാനും സുന്ദരൻ ഗോപുരവാതിൽക്കൽ എത്തുമ്പോൾ അമ്മയുടെ ഗർഭം തുടങ്ങി മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. ഭിക്ഷയാചിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് പത്രോസും യോഹന്നാനും പറഞ്ഞു, പൊന്നും വെള്ളിയോ ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു. 3-ാം അധ്യായം 6-ാം വാക്യം. പൊന്നും വെള്ളിയോ എനിക്കില്ല എന്ന് പറഞ്ഞു. ആമേൻ. പത്രോസേ, പൊന്നും വെള്ളി ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്തോ കുന്തമാണുള്ളത്. പത്രോസ് പറഞ്ഞു, എനിക്കുള്ളത് ദേ ഞാൻ നിനക്ക് തരുന്നു. പത്രോസ് സ്തോത്രം. ആമേൻ. പോക്കറ്റിൽ കൈയിട്ടില്ല, പത്രോസ് ബാഗിൽ കൈയിട്ടില്ല. പത്രോസ് പറയുകയാണ്, പൊന്നും വെള്ളിയും എനിക്കില്ല, ആമേൻ, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചോ. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. മലയാളം ശരിയല്ല. 7-ാം വാക്യത്തിന്റെ ഇംഗ്ലീഷ് വേർഷനിലേക്ക് എഴുതുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആമേൻ, ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഹിസ് ഫീറ്റ് ആൻഡ് ആംഗിൾ ബോൺസ് റിസീവ്ഡ് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. പത്രോസ് പറഞ്ഞു, എനിക്കുള്ളത് നിനക്ക് തരുന്നുവെന്ന്. പക്ഷേ പത്രോസ് എന്തെങ്കിലും കൈമാറുന്നത് ആരും കണ്ടില്ല. പത്രോസ് ഒന്നും കൈമാറാതെ അവനോട് സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ he received strength in his feet and ankle bones. അപ്പോൾ പത്രോസ് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? He was releasing the power to him and he was receiving the strength. നീ ക്രിസ്തുവിന് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നേ, പകരം നിന്റെ അകത്ത് കിടക്കുന്ന ക്രിസ്തുവിനെ നീ അങ്ങോട്ടൊന്ന് റിലീസ്. ലാർസർ പ്രോസ് പ്രിമാൽ ഖട്ടി ലൂസ് മർത്തോൽ
പ്രവേശ് റാസ് മഹോരി ലഖട്ടിയം ബ്രാസ് മർത്തോനിയ ലസ്മരഖട്ടി ബലൗസി പ്രബഷ കർബാസിയ റഥാനിയ. He received strength. Amen. He received strength എന്ന് പറഞ്ഞാൽ പത്രോസ് എന്ത് ചെയ്തോ? He released strength. ഇന്ന് രാത്രി ആമേൻ, ഇതാണ് ഒരു ക്രിസ്തു ദൗത്യം. നിന്റെ അകത്തു നിന്ന് ശക്തി റിലീസ് ചെയ്ത് തുടങ്ങട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ അഭിഷേകം ചെയ്യുകയാണ്. To release the strength. Amen. Jesus. Amen. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അടുത്ത വാക്ക് എല്ലാവരോടും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. വ്യാപരിക്കുന്ന ദൈവശക്തി. എന്താണ് വ്യാപരിക്കുന്ന ദൈവശക്തി? ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറയാം. കൈനറ്റിക് എനർജി. എനർജിയെ രണ്ട് വിധത്തിൽ നമുക്ക് പറയാം. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി, രണ്ട് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പറയാം. ആമേൻ. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം എന്താണെന്നറിയാമോ? പൊട്ടൻഷ്യൽ എനർജി. പക്ഷെ ഡാം തുറന്നു വിട്ട് കഴിയുമ്പോൾ ആ വെള്ളം എന്തായി തീരുമെന്നറിയാമോ? കൈനറ്റിക് എനർജി. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ അകത്ത് ഈ ശക്തി കിടക്കുന്നിടത്തോളം അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ആമേൻ. പക്ഷേ ഈ ശക്തി റിലീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ശക്തി വ്യാപാര ശക്തിയാകാം. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നിന്റെ അകത്തു കിടക്കുന്ന ദൈവശക്തി റിലീസ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം ചോദിക്കാം. ഇന്ന് വരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ എൻ്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം ഇവൻ്റെ മേളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ അകത്ത് കിടക്കുന്ന ദൈവശക്തി ഈ കുഞ്ഞിൻ്റെ മേളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കണം. ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിന്റെ അമ്മയിലും വല്യമ്മയിലുമുള്ള വിശ്വാസം മാത്രമല്ല, ആമേൻ, എന്നെ അകത്ത് കിടക്കുന്ന കൃപാവരവും നിന്റെ മേൽ കൈവശം വരും. ആമേൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. നീ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. നീ രാത്രിയിലെല്ലാം ഉണർന്നിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നിന്റെ കുഞ്ഞ് പ്രാർത്ഥിക്കത്തില്ല. അവന് ഭയങ്കര മടിയാ. നീ അവനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണോ? ഞാൻ രാത്രികാലങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ അഭിഷേകം ഇവന്റെ മേൽ ഞാൻ കൈമാറുന്നു. ആമേൻ. ആമേൻ. നമുക്കറിയാം പേരന്റൽ ആസ്മ തലമുറകളിലേക്ക് വരും. ആസ്മയുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് ആസ്മ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എക്സീമ വരും. അപ്പൻ കുടിയനാണെങ്കിൽ മോൻ്റെ അകത്തും DNA-ക്കകത്തും അതിനുള്ള ഒരു ത്വര കാണും. ആമേൻ. നമ്മൾ പലപ്പോഴും ആമേൻ പിള്ളേരോട് ദേഷ്യം കയറുമ്പം രാവിലെ ഭർത്താവിൻ്റെ അടുത്ത് ഉടക്കി എഴുന്നേക്കുന്നേ പറയാം. അത് തന്തയും മക്കളും അല്ലേലും ഒരുപോലെ തന്നെ. അപ്പൻ്റെ അതേ സ്വഭാവം. ഇനി അപ്പനാ വരുന്നേ പറയാം. അമ്മയുടെ തനിക്കോണം പിള്ളേർക്കും ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അപ്പൻ്റെ സ്വഭാവവും അമ്മയുടെ സ്വഭാവവും അല്ല ഞാൻ പറയുന്നത്. ദൈവം നിന്റെ മേൽ പകർന്ന ദൈവശക്തിയെ ഒന്ന് റിലീസ് ചെയ്ത് തുടങ്ങും. ജീസസ്. നിന്റെ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ആ വീട്ടിനകത്തൊരു ഇരുട്ട് വന്നാൽ, ഒരു ഇരുട്ട് ഫീൽ ചെയ്താൽ, നീ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുക. എൻ്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം ഈ വീടിനെ പ്രകാശിപ്പിക്കട്ടെ. എൻ്റെ അകത്ത് കിടക്കുന്ന ദൈവകൃപ ഈ അന്തരീക്ഷത്തെ മാറ്റട്ടെ. ഞാൻ നിൽക്കുന്ന ഇടത്തെ സ്വാധീനിക്കാൻ എന്നെ കൊണ്ട് കഴിയട്ടെ. ഇന്ന് രാത്രികാലം നിന്റെ അകത്തു നിന്ന് ശക്തി റിലീസ് ചെയ്യപ്പെടുന്ന അളവിൽ, നിന്റെ അകത്തു നിന്ന് അഭിഷേകം റിലീസ് ചെയ്യപ്പെടുന്ന അളവിൽ, നിന്റെ അകത്തു നിന്ന് ദൈവശക്തി റിലീസ് ചെയ്യപ്പെടുന്ന അളവിൽ ഈ രാത്രി പരിശുദ്ധാത്മാ സ്തോത്രം. എൻ്റെ അകത്ത് ദൈവം പകർന്ന അഭിഷേകം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്, എന്നെ രൂപാന്തരപ്പെടുത്താനാണ്, എന്നെ ഉയർപ്പിക്കാനാണ്.
അതിനെക്കാട്ടിൽ അതുപോലെ തന്നെ പ്രബലമായിരിക്കുന്ന വിഷയമാണ് എൻ്റെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവശക്തി ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാടിനെ സ്വാധീനിക്കാനാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പൗലോസ് എന്ന ഒറ്റ മനുഷ്യൻ ആ കപ്പലിൽ നിന്നതുകൊണ്ട് ആ കപ്പൽ മുഴുവനും എന്ത് ചെയ്തെന്നറിയാമോ? സംരക്ഷിക്കപ്പെട്ടു. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. പൗലോസ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്രേ ഈശാനമൂലൻ ആ കപ്പലിൽ അടിച്ചത്. ഇനി ഞാനൊരു കാര്യം പറയാം. യോന എന്ന ഒറ്റ മനുഷ്യൻ ദൈവവാക്ക് ലംഘിച്ചത് കൊണ്ട് ഒരു കപ്പൽ മുഴുവനും ഒരു കടൽ മുഴുവനും കാറ്റടിച്ചോ? അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അമേൻ, അനുസരിക്കാത്തവന് വേണ്ടി അത്രയും ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ അനുസരിക്കുന്നവന് വേണ്ടി എത്രയും ദൈവശക്തി വ്യാപരിക്കും? എൻ്റെ ദൈവമേ, അനുസരിക്കാത്ത യോനയ്ക്ക് വേണ്ടി നീ ആ കടലിൽ അത്രയും കാറ്റടിപ്പിച്ചെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന, നിന്നെ അനുസരിക്കുന്ന, നിന്നെ സേവിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു വലിയ കാറ്റ് നീ അടിപ്പിക്കും. നമുക്ക് ഉറപ്പാ, അനുസരിക്കാത്ത യോനയ്ക്ക് വേണ്ടി ദൈവം കാറ്റടിപ്പിക്കും. നമ്മൾ പിള്ളേരുടെ അടുക്ക പറയുന്നേ അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ യോനയുടെ കാര്യം നിനക്കറിയാമല്ലോ. ഞാൻ അടുത്തത് ചോദിക്കുകയാണ്, അനുസരിക്കാത്ത യോനയെ 3 ദിവസം കടലാനയുടെ വയറ്റിൽ ദൈവത്തിന് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ അനുസരിക്കുന്ന എന്നെ ദൈവത്തിന് എവിടെയെല്ലാം സൂക്ഷിക്കാൻ കഴിയും? അനുസരിക്കാത്തവന് വേണ്ടി കപ്പൽ പൊളിയുന്ന കാറ്റടിപ്പിച്ചെങ്കിൽ അനുസരിക്കുന്ന എനിക്ക് വേണ്ടി ദൈവം, ജീസസ്, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു, ക്രിസ്തു എന്നിൽ കൂടെ പ്രവർത്തിക്കുന്നു. ഞാനതിൻ്റെ 3 ഭാഗങ്ങളെ പറഞ്ഞ് മുമ്പോട്ട് കയറുകയാണ്. ഒരുപക്ഷെ അത് പറയുവാനേ കഴിയത്തുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. എങ്ങനെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുകയല്ല, ക്രിസ്തു നമ്മിൽ കൂടെ എങ്ങനെ പ്രവർത്തിക്കും? ഞാൻ പ്രധാനമായ ഒരു 3 ഭാഗങ്ങളെ പറഞ്ഞ് ഒന്നുകിൽ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കയറാം, അല്ലെങ്കിൽ അവിടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 9:15. അവിടെ പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ അധ്യായമാണ്. പൗലോസ് അവിടെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യനെ കവിയുന്ന വെളിച്ചം മിന്നുന്നു. അവിടെ നിന്ന് തന്നെ സ്തോത്രം നേർവീതിയിൽ യൂദ എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. ആ യൂദയുടെ വീട്ടിൽ നേർവീതിയിൽ സ്തോത്രം പൗലോസ് കാഴ്ച നഷ്ടപ്പെട്ടവനായി അവിടെ ഇരിക്കുമ്പോൾ ദമസ്കോസിന്റെ അകത്തളങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അനന്യാസിന്റെ അടുക്കൽ ദൈവം ഒരു ദർശനം നൽകിയിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ചെല്ല്. അവിടെ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ പേർ ശൗൽ എന്നാണ്, അവൻ്റെ നാട് തർസോസ് ആണ്. നീ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. നീ അവിടെ ചെല്ലുവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അനന്യാസ് കർത്താവിൻ്റെ അടുക്ക പറഞ്ഞു, കർത്താവേ, ആ മനുഷ്യന് യെരൂശലേമിൽ അങ്ങയുടെ സഭയ്ക്കും വിശുദ്ധന്മാർക്കും എന്തെല്ലാം ദോഷം ചെയ്തിരിക്കുന്നു. ഇവിടെയും നിന്നെ ആരാധിക്കുന്നവരെ പിടിച്ചു കെട്ടാനുള്ള മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ദൈവം അനന്യാസിന്റെ അടുക്കൽ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 9:15, കർത്താവ് അവനോട് നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. And he is a chosen vessel for me. Amen. പൗലോസിനെ കുറിച്ച് അനന്യാസിന്റെ അടുക്കൽ പറയുക, പൗലോസ് എനിക്ക് വേണ്ടി ഒരു ശുശ്രൂഷയും ചെയ്യാൻ പോകുന്നില്ല. പൗലോസ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പകരം പൗലോസ് എന്ത് ചെയ്യാൻ പോവുകയാണ്? അമേൻ, അവൻ എന്നെ ക്യാരി ചെയ്യാൻ പോവുകയാണ്. അമേൻ, അവൻ എന്നെ ക്യാരി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, കർത്താവേ, പൗലോസ് അങ്ങയ്ക്ക് വേണ്ടി എന്തു ചെയ്യും? പൗലോസ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയായിരിക്കും? അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവൻ എന്ത് ചെയ്യുമെന്നുള്ളതൊരു വിഷയമല്ല, അവൻ എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നുവെന്ന് ഞാൻ അവനെ കാണിക്കാം. അവൻ കഷ്ടം അനുഭവിക്കും, ഞാൻ അവനെ എടുത്തുപയോഗിക്കും. എന്തൊരു സൂപ്പർ പരിപാടിയാ! അവൻ
കഷ്ടം അനുഭവിക്കും, ഞാൻ അവനെ എടുത്ത് ഉപയോഗിക്കാം. ഇന്ന് രാത്രി കഷ്ടം അനുഭവിക്കുന്ന അഭിഷക്തന്മാർ പറ, എന്റെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കും. ജീസസ്. അവൻ കഷ്ടം അനുഭവിക്കും, ഞാൻ അവനെ എടുത്ത് ഉപയോഗിക്കും. അവനൊന്നും ചെയ്യണ്ടെന്നേ. അവന് വരുന്ന കഷ്ടതകളെയൊക്കെ അവനൊന്ന് നേരിട്ട് നിന്നാൽ മതി, ഞാൻ അവനെ എടുത്ത് ഉപയോഗിക്കാം. ഹീസ് എ ചോസൺ വെസൽ, ഹീസ് എ ചോസൺ വെസൽ. അവനെ ഞാൻ ക്യാരി ചെയ്യാം. എൻ്റെ സഹോദരങ്ങളെ, ഒരു ചോസൺ വെസൽ, ഒരു വെസൽ എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത്? ഒരു വെസൽ ക്യാരി ചെയ്യുന്നുവെങ്കിൽ ആ വെസലിനെ രാജാക്കന്മാരുടെ മുൻപാകെ, ജാതികളുടെ മുൻപാകെ എല്ലാം ഞാൻ ഈ പാത്രത്തെ കൊണ്ടുപോയി നിർത്താം. അപ്പോൾ ആദ്യം ഈ പാത്രം എന്ത് ചെയ്യുക? ഈ പാത്രത്തെ ആദ്യം എന്ത് ചെയ്യുക? ഞാൻ വഹിക്കുക. അങ്ങനെയാ പറയുന്നത്. ഇസ്രായേൽ മക്കൾക്കും ജാതികൾക്ക് രാജാക്കന്മാർക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം. ആമേൻ. വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം. ആമേൻ. അപ്പോ ഈ പാത്രം എന്തോ ചെയ്യുക? എൻ്റെ നാമത്തെ വഹിക്കുക. ഈ പാത്രം എൻ്റെ നാമത്തെ വഹിക്കുമെങ്കിൽ ഈ പാത്രം രാജാക്കന്മാരുടെ മുമ്പിൽ പോകണം, ഈ പാത്രം ജാതികളുടെ മുമ്പിൽ പോകണം, ഈ പാത്രം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ പോകണം. ആര് കൊണ്ടുപോകും ഈ പാത്രത്തെ? ആര് കൊണ്ടുപോകും ഈ പാത്രത്തെ? പാത്രത്തിന് വീല് വെച്ച് കൊടുക്കുവോ? പാത്രം എങ്ങനെ തനിയെ ഉരുണ്ടു പോകുമോ? ഇല്ല. ഈ പാത്രത്തെ ദൈവം എന്ത് ചെയ്യുക? ദൈവം കരങ്ങളിൽ എടുക്കുക. ഇതാണ് ഒരു ശുശ്രൂഷയുടെ ഒരു ഭാഗം. നീ ദൈവത്തിൻ്റെ ഒരു പാത്രമാകാമോ? പാത്രം ഒറ്റ കാര്യം ചെയ്താൽ മതി, അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. അവൻ്റെ കയ്യിൽ ഇരുന്നാൽ അതിനകത്ത് നിറയ്ക്കേണ്ടതിനെ ദൈവം നിറയ്ക്കാം, ദൈവം കൊണ്ടു നടക്കും. ജീസസ്. ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം കേട്ടോ. ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19:21 തോന്നുന്നേ. ആമേൻ. അവിടെ പൗലോസിനൊരു ആഗ്രഹം എന്താണെന്നറിയാമോ? എനിക്ക് റോമയൊന്ന് പോയി കാണണം, എനിക്ക് റോമയൊന്ന് പോയി. ആമേൻ. 19:21 എനിക്ക് റോമയൊന്ന് പോയി കാണണം. ഒന്ന് എല്ലാം ഒത്തിരി കേട്ടിട്ടുണ്ട് റോമിനെ കുറിച്ച്. ഭയങ്കര സെറ്റപ്പാ റോമ എന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. അപ്പം ആഗ്രഹമുണ്ട് റോം ഒന്ന് പോയി കാണണമെന്ന്. പക്ഷെ അടുത്ത വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം, റോമിലേക്ക് പോകാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര അടി നടന്നു. ഒരു ടൂറിസ്റ്റ് വിസ എടുത്ത് റോമിലേക്ക് പോകാമെന്ന് പൗലോസ് ചിന്തിച്ചു. പോക്ക് നടന്നോ? പോക്ക് നടന്നില്ല. ആമേൻ. അപ്പോൾ പാത്രത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, തനിയെ ഉരുണ്ടുരുണ്ടു പോകാൻ കഴിയത്തില്ല. 2 റോമാലേഖനം 1-ാം അധ്യായം 8 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങളിൽ എവിടെയോ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് പലതവണ ആഗ്രഹിച്ചോ, പക്ഷേ അതിന് മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഞാൻ അവിടെ വന്നിട്ട് സ്തോത്ര എൻ്റെ കൃപാവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, ആമേൻ, കൃപാവരം അതെ, ആമേൻ, നിങ്ങളിൽ വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴോ ആമേൻ ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നോ. അപ്പോൾ പൗലോസിൻ്റെ ആദ്യത്തെ ആഗ്രഹം എന്തുവായിരുന്നു? റോമിൽ ഒരു ടൂറിസ്റ്റ് വിസ എടുത്തു പോകണോ. പക്ഷെ പോകാൻ പറ്റിയോ? പറ്റിയില്ല. രണ്ടാമത് പൗലോസിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? റോമിലെ സഭയിൽ പോയി ഒന്ന് മിനിസ്ട്രി ചെയ്യണോ. പക്ഷെ മിനിസ്ട്രി ചെയ്യാൻ പറ്റിയോ? അതും പറ്റിയില്ല. കാരണം സ്വപ്നങ്ങൾ, ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രത്തിൻ്റെ സ്വപ്നങ്ങൾ പലതും പൊളിഞ്ഞു പോകും. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നീ സ്വപ്നങ്ങൾ പൊളിഞ്ഞു പോയ ഒരു മനുഷ്യനാണോ? നീ ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. ഞാൻ ചിന്തിച്ചതെല്ലാം നടന്നിട്ടുണ്ട്, ഞാൻ പിടിച്ചടവെല്ലാം ജയിച്ചിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞു, ഒട്ടനെ ഞാൻ അമേരിക്കയിൽ പോയി. ഞാൻ ലണ്ടനിൽ പോകണമെന്ന് പറഞ്ഞു, പിറ്റേ ആഴ്ച ഞാൻ ലണ്ടനിൽ പോയി. ഞാൻ ഓസ്ട്രേലിയ പോകണമെന്ന് പറഞ്ഞു, പിറ്റേ ആഴ്ച നീ പോയി. നീ വിവീല് വെച്ച് ഉരുട്ടുന്ന അതാണ്. പക്ഷെ ദൈവം തെരഞ്ഞെടുത്ത പാത്ര ചിന്തിക്കുമ്പം പോകാൻ കഴിയത്തില്ല. പക്ഷേ പൗലോസിന് ദൈവം ടൂറിസ്റ്റ് വിസ കൊടുത്തില്ല, പൗലോസിന് ദൈവം പ്രീസ്റ്റ് വിസയും കൊടുത്തില്ല. ഇത് രണ്ടും കൊടുത്തെങ്കിൽ പൗലോസ് ടിക്കറ്റ് എടുത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് 3 വർഷം റെസ്റ്റ് കൊടുത്തിട്ട്
ഗവൺമെന്റ് കപ്പലെ കയറ്റി, അലക്സാണ്ട്രിയ കപ്പലെ കയറ്റി പൗലോസിനെ ദൈവം റോമി കൊണ്ടുപോയി. എന്നിട്ട് റോമി ചെന്നപ്പം പൗലോസിന്റെ അടുക്ക പറഞ്ഞ, അല്ല പൗലോസേ, ഞാൻ നിന്നെ റോമിൽ ടൂറിസ്റ്റ് വിസയിലല്ല കൊണ്ടുവന്നത്, സഭയിൽ ശുശ്രൂഷിക്കാനല്ല കൊണ്ടുവന്നത്. ലോകം ഭരിക്കുന്ന ചക്രവർത്തി സീസർ ദേ ഈ പട്ടണത്തിലായിരിക്കുന്നേ, അവനെ കണ്ട് 2 വർത്താനം എനിക്ക് പറയാനുണ്ട്. അതിനാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇന്ന് രാത്രി നീ അറിയണം, നീ ദൈവം തെരഞ്ഞെടുത്ത പാത്രമാണെങ്കിൽ ദൈവം തന്റെ സമയത്ത് തമ്പുരാനി പാത്രത്തെ കപ്പലെ കയറ്റി. തമ്പുരാനി പാത്രത്തെ കപ്പലെ കയറ്റി പകുതി വഴിയായപ്പം പിശാച് പറയാം, വിടത്തില്ല ഞാൻ ഇതിനെ. തമ്പുരാൻ പറയും, നിനക്ക് എന്തുവാന്ന് വെച്ചാൽ ചെയ്യാവുന്ന അങ്ങ് ചെയ്യും, ഞാൻ കപ്പൽ പൊളിക്കും. തമ്പുരാൻ പറയും, പൊളിച്ചോ, നീ പൊളിച്ചാലും ഞാൻ പാത്രം റോമിലെത്തിക്കും. ആമേൻ. കപ്പൽ പൊളിച്ചിട്ടും പാത്രം പതുക്കെ അടുത്തുള്ള ഗ്രൗണ്ടിലെത്തി. ഗ്രൗണ്ടിലെത്തിയപ്പം പിശാച് പറഞ്ഞു, ഞാൻ അവിടെ ഇട്ടവന് പണി കൊടുക്കും, ഞാൻ അവിടെ ഇട്ട പാത്രം പൊളിക്കും. തമ്പുരാൻ പറഞ്ഞു, നോക്കിയും കണ്ടുമൊക്കെ പോണം. നീ ചെന്ന് കയറുന്നത് ആരുടെ കയ്യിലാണെന്ന് വെച്ച് നോക്കിയും കണ്ടുമൊക്കെ പൊക്കോണമെന്ന് പറഞ്ഞു. എനിക്കാരും പേടിക്കാനില്ല. നേരെ ചെന്ന് വിറകിൻ്റെ അടി കയറി ചെന്ന് നേരെ കൈ കയറി കൊടുത്തു. ആരുടെ കയ്യില്? പൗലോസിന്റെ കൈ. ബോധം കെട്ടവനെ, നീ ബോധം ഉണ്ടായിരുന്നേ അവന്റെ കൈ ചെന്ന് കയറുവോ? അങ്ങേരുടെ കൈ കിട്ടിയതുമല്ല, വലിച്ച് ചൂരുട്ടി എടുത്ത് തീക്കകത്തേക്ക് ഇട്ടു. ഇന്ന് രാത്രി എടാ കള്ള പിശാചേ, നിനക്ക് ബോധമുണ്ട്, അഭിഷക്തന്മാരുടെ കൈ വന്ന് കയറുവോടാ. ജീസസ് ജീസസ് ജീസസ്. ബാബാ സുരേഷ് പാമ്പിനെ പിടിക്കാൻ പോകും. പൗലോസ് ഇരുന്നാൽ സാധനം ഇങ്ങി വന്നിട്ട് പറയും, എനിക്കുള്ള വിധി നിന്റെ കയ്യിൽ നിന്ന് പുറപ്പെടട്ടെ. ഇന്ന് രാത്രി ഞാനൊന്ന് പറയട്ടെ. ദൈവം ചിലപ്പോൾ ഒക്കെ ചില പിശാചുക്കളെ നിങ്ങളുടെ വീട്ടിൽ കയറ്റി വിടും. നിങ്ങൾ ചോദിക്കുക, എന്തിനാ കർത്താവേ ഇങ്ങോട്ട് കയറ്റി വിട്ടതെന്ന്? എടാ, നിന്റെ കയ്യിൽ അത് ഒതുങ്ങത്തുള്ളെന്ന് തമ്പുരാൻ അറിയാം. ആമേ, നീ അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുമെന്ന് തമ്പുരാൻ അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിട്ടതെന്നേ. ആമേൻ. അപ്പം ഒന്ന്, ദൈവം നമ്മളെ ഒരു ചോസൺ വെസലാക്കും. ചോസൺ വെസലിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ദൈവം നമ്മളെ ക്യാരി ചെയ്യും, നമ്മൾ ദൈവത്തെ ക്യാരി ചെയ്യും. ദൈവം നമ്മളെ ക്യാരി ചെയ്യും, നമ്മൾ ദൈവത്തെ ക്യാരി ചെയ്യും. അതാണ് ചോസൺ വെസലിൻ്റെ ഒന്ന്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ, ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം. ഹഗായി 2:23. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എൻ്റെ ദാസനായി ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മോതിരമാക്കുക. അതിൻ്റെ പിമ്പിൽ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. സെരുബാബേലിൻ്റെ വല്യപ്പൻ്റെ അപ്പൻ ആരായിരുന്നെന്നറിയാമോ? ഇസ്രായേലിലെ രാജാവായിരുന്നു സിദക്കിയ. ഈ സിദക്കിയാവിൻ്റെ വംശ തലമുറയ്ക്കകത്ത് ജനിച്ചവനാണ് സെരുബാബേല്. അപ്പം ഈ സെരുബാബേലിൻ്റെ വല്യപ്പന്മാരെല്ലാം എന്തോ ഇട്ടോണ്ടാ നടന്നത്? ഒരു മുദ്രാമോതിര ഇട്ടോണ്ടാ നടന്നത്. പക്ഷേ സെരുബാബേലിന് മുദ്രാമോതിര ഇട്ടോണ്ട് നടക്കാനുള്ള വകുപ്പില്ല. അപ്പം ദൈവ സെരുബാബേലിൻ്റെ അടുക്കൽ പറയുക, നിന്റെ വല്യപ്പന്മാർ മുദ്രാമോതിര ഇട്ടോണ്ട് നടന്നതുപോലെ നീ ഒരു മുദ്രാമോതിര ഇട്ടോണ്ട് നടക്കത്തില്ല. പക്ഷെ ഞാൻ നിന്നെ ഒരു മുദ്രാമോതിരമാക്കി എൻ്റെ വിരലിനകത്തിടുമെന്ന്. ശുശ്രൂഷയുടെ ഒരു തലം ആമേൻ വെസലാണെങ്കിൽ അടുത്ത തലം മുദ്രാമോതിരമാണ്. ആമേൻ. മുദ്രാമോതിരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ മുദ്രാമോതിരം എപ്പോഴും എവിടെ കിടക്കാം? ഈ മുദ്രാമോതിരം എപ്പോഴും എവിടെ കിടന്ന് കറങ്ങുമെന്നറിയാമോ? ഈ മുദ്രാമോതിരം എപ്പോഴും ആമേൻ കർത്താവിൻ്റെ വിരലിൽ കിടന്ന് കറങ്ങുക. ഈ മോതിരം എത്ര കറങ്ങിയാലും ഇവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. ആമേൻ. സാധാരണ ഒരു മോതിര ഒരു വിരലിൽ നിന്ന് നിങ്ങളൊന്ന് ഉരുട്ടി വിട്ട് നോക്കിയേ, ഒരൊറ്റ പോക്കായിരിക്കും അത്. പക്ഷെ അത് വിരലിൽ കിടന്നാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അവിടെ കിടക്കത്തുള്ളൂ. ഇന്ന് രാത്രികാല ആമേൻ ദൈവം നിന്നെ ഒരു മുദ്രാമോതിരമാക്കി അവനുമായി കണക്റ്റ് ആക്കി നിർത്തും. ആമേൻ. ക്രിസ്തു എന്നിൽ സംസാരിക്കും. പക്ഷെ ഈ മുദ്രാമോതിരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ മുദ്രാമോതിരം അലങ്കാരത്തിനല്ല കൊണ്ടു നടക്കുന്നത്. ഈ മുദ്രാമോതിരം എന്തിനാ കൊണ്ടു നടക്കുന്നത്? ഇത് സ്റ്റാമ്പാഡിൽ മുക്കിയിട്ട് ഒരു പേപ്പറിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ അധികാരത്തിൻ്റെ മാനിഫെസ്റ്റേഷനായി
അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ആമേൻ. ഈ മുദ്രാമോതിരത്തിന് തനിയെ പോയി എവിടെയും തൊടാൻ കഴിയത്തില്ല. ആമേൻ. ദൈവത്തിന്റെ വിരല് തൊടുന്നിടത്താണ് ഈ മുദ്രാമോതിരം ചെന്ന് വീഴുന്നത്. പക്ഷെ ഈ മുദ്രാമോതിരം ചെന്ന് വീഴുന്നിടത്ത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കുമെന്ന് അറിയാമോ? കിങ്ഡം അതോറിറ്റി, ദൈവിക രാജ്യത്വത്തിന്റെ അതോറിറ്റി. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു, ഞാൻ അവന്റെ മുദ്രാമോതിരമാണ്. I will manifest his authority. ഞാൻ ഒന്നും കൂടെ പറയാം. You can be the vessel of God. നിനക്ക് ദൈവത്തിന്റെ ഒരു പാത്രമാകാൻ കഴിയും, കർത്താവിനെ വഹിക്കാൻ. നിനക്ക് ദൈവത്തിന്റെ ഒരു മുദ്രാമോതിരമാകാൻ കഴിയും, അവന്റെ അധികാരത്തെ വെളിപ്പെടുത്താൻ. യെരമ്യാവിന്റെ പുസ്തകം 51:20 മൂന്നാമത്തെ ഭാഗം. നീ എൻ്റെ കയ്യിൽ എന്തായിരിക്കുക? നീ എൻ്റെ കയ്യിൽ ഒരു വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധവുമാകുന്നു. നീ എൻ്റെ കയ്യിൽ ഒരു വെൺമഴുവാകുന്നു. മലയാളത്തിൽ അത് വെൺമഴു എന്നാണ് പറയുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, shall be a battle axe in my hand. നീ എൻ്റെ കയ്യിൽ ആരായിരിക്കുക? ഒരു ബാറ്റിൽ ആക്സ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാ. നീ ഒരു നല്ല മഴുവ. നിന്നെ ഒരു നല്ല മരം വെട്ടുകാരൻ്റെ കൊടുത്ത് അവൻ എന്തോ ചെയ്യുക? അവൻ കൊണ്ടുപോയി വല്ല വീടിനും മരം വെട്ടോ. ഒരു വിറക് വെട്ടുകാരൻ്റെ കൊടുത്താൽ എന്ത് ചെയ്യുക? അവൻ പോയി വല്ല വിറകിനും കീറോ. പക്ഷെ നീ എൻ്റെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരായിരിക്കുക? യു ഷാൽ ബി എ ബാറ്റിൽ ആക്സ്. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ യൗവനക്കാരോട് പറയട്ടെ, ലോകത്തിന്റെ കയ്യിൽ കിട്ടിയ നിന്നെ പിച്ചി ചീന്തി വല്ലാതാക്കി കളയുക. പക്ഷേ നിന്നെ തന്നെ ദൈവകരങ്ങളിലൊന്ന് കൊടുത്തു നോക്ക്. ദൈവകരങ്ങളിലൊന്ന് കൊടുത്തു നോക്ക്. ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കുന്നത്. നീ എൻ്റെ വെൺമഴുവാ. അടുത്ത വാക്യമൊക്കെ ഒന്ന് വായിച്ചാൽ നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിന്ന് വായിക്കും കേട്ടോ. നീ എൻ്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധവുമാകുന്നു. ഞാൻ നിന്നെ കൊണ്ട്, ചേർന്ന് വായിച്ചേ, ഞാൻ നിന്നെ കൊണ്ട് ജാതികളെ തകർക്കുകയും രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുക. അതിനകത്ത് നിന്നെ എന്നുള്ളതല്ല, എന്നെ എന്ന് ചേർത്തൊന്ന് വായിക്കാമോ? ഞാൻ ദൈവത്തിൻ്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ വെൺമഴുവും യുദ്ധത്തിൻ്റെ ആയുധവുമാകുന്നു. ദൈവം എന്നെ കൊണ്ട് ജാതികളെ തകർക്കും, എന്നെ കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കും, എന്നെ കൊണ്ട് കുതിരയെയോ അതിൻ്റെ പുറത്ത് കയറിയവനെയും തകർക്കും, എന്നെ കൊണ്ട് രഥത്തെയോ അതിൽ ഇരിക്കുന്നവനെയും തകർക്കും. 23-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗം, എന്നെ കൊണ്ട് അവൻ ദേശാധിപതികളെയോ സ്ഥാനാപതികളെയും തകർക്കും. യെസ് ലാർഥാനിയ നീ റബൗഷ് ബാലിയ ടാൽബാറാസതാരിയ. അതിൻ്റെ 21-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ കുതിരയെയും അതിൻ പുറത്ത് കയറിയവനെ. കുതിരപ്പുറത്ത് കയറി വരുന്നവൻ ആരാണെന്നറിയാമോ? ക്യാപ്റ്റൻ ഓഫ് ദ ഹോസ്റ്റ്. സൈന്യത്തിൻ്റെ ക്യാപ്റ്റനാണ് ആര്? സേനാധിപതിയാണ് കുതിരപ്പുറത്ത് വരുന്നത്. അതിൻ്റെ പുറകിൽ പറയുകയാണ് രഥത്തെയും അതിനകത്തിരിക്കുന്നവനെയും. അതാരാണെന്നറിയാമോ? രാജാവാണ്. ഇന്ന് രാത്രികാല നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ബാറ്റിൽ ആക്സ് ആയി കഴിഞ്ഞാൽ ആമേൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നീ ഒന്നും ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരുന്നാൽ ദൈവം നിന്നെ കൊണ്ട് രാജ്യങ്ങളെയും ജാതികളെയും തകർക്കുക, രാജാക്കന്മാരെയും സൈന്യങ്ങളെയും തകർക്കുക, ദേശാധിപതികളെയോ സ്ഥാനാപതികളെയും തകർക്കോ. ഞാൻ പൗലോസിന്റെ അടുക്കൽ ചോദിക്കും, പൗലോസ്, താങ്കൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു പൗലോസെ? റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ പൗലോസ് പറയും, ഞാൻ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പകരം ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായി വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടോ പ്രവർത്തിച്ചത് അല്ലാതെ. അതിൻ്റെ ഫസ്റ്റ് വരിയും സെക്കൻഡ് ലാസ്റ്റ് വരിയും മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്. ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചതല്ലാതെ.
ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. ഇന്ന് രാത്രി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആമേൻ. എനിക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവിന് ഞാൻ മുഖാന്തരം വചനം കൊണ്ട്, പ്രവർത്തി കൊണ്ട്, അത്ഭുതം കൊണ്ട്, അടയാളം കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് ഒക്കെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷെ ദൈവത്തിന് അതിനൊരു മുഖാന്തരം വേണം. ദൈവത്തിന് അതിനൊരു വെൺമഴു വേണം. ദൈവത്തിന് അതിന് മോതിരം വേണം. ദൈവത്തിന് അതിനൊരു വെസല് വേണം. ക്രിസ്തു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ എന്നിൽ കൂടെ സംസാരിക്കും. ക്രിസ്തു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ എന്നിൽ കൂടെ സംസാരിക്കും. ഇന്ന് രാത്രികാല ഇതിനകത്ത് ചിലരെ ദൈവം എടുത്ത് ഉപയോഗിക്കാനുള്ളവരാണ്. ഇന്ന് രാത്രികാലം, കഴിഞ്ഞ രാത്രി ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് ഈ ചർച്ചിനകത്ത് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ഞാൻ അതിനെ പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. ആമേൻ. സൗഖ്യം കിട്ടിയവരുടെ, വിടുതൽ കിട്ടിയവരുടെ സാക്ഷ്യങ്ങളെക്കാട്ടിലും ഉപരി ഈ ചർച്ചിനകത്തു നിന്ന് രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന അഭിഷക്തന്മാർ എഴുന്നേൽക്കുന്ന ഒരു സാക്ഷ്യത്തിന്റെ സീസൺ ഈ ചർച്ചിനകത്തുനിന്ന് ദൈവം ഉരുവാക്കാൻ പോകുന്നു. ഈ ആലയത്തിനകത്ത് അനേകരുടെ കോളിങ് പുറത്തു വരും. ഈ ആലയത്തിനകത്ത് അനേകരുടെ വിളി പുറത്തു വരും. ഈ ആലയത്തിനകത്ത് അനേകരുടെ ശുശ്രൂഷ പുറത്തു വരും. ഇന്ന് രാത്രി കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവനോട് ആ സെന്റൻസ് ഇതിനകത്ത് വിളിച്ചു പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. ഈ ആലയത്തിൽ നിന്ന് രോഗസൗഖ്യങ്ങളും വിടുതലുകളും നടന്നു എന്ന് കേൾക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായി രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന, ദേശങ്ങളെ പിടിച്ചെടുക്കുന്ന അഭിഷക്തന്മാർ എഴുന്നേൽക്കുന്ന ഒരു സാക്ഷ്യം പുറത്തു വരും. ഈ ആലയത്തിൽ ഒരു അഭിഷേകം ഇനിയും വെളിപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണും. ആമേൻ. വിളി പുറത്തെടുക്കുന്ന ഒരു അഭിഷേക. ഒരു ശുശ്രൂഷയ്ക്കും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് കരിമ്പും ചണ്ടി പോലെ എറിഞ്ഞു കളഞ്ഞ ചിലരെ ദൈവ ഇതിനകത്തുനിന്ന് തീപ്പന്തം പോലെ, വെൺമഴു പോലെ, മുദ്രാമോതിരം പോലെ പുറത്തെടുക്കുന്ന മഹത്വകരമായ ശുശ്രൂഷകർ ജനിക്കുന്ന ഒരു സീസൺ. വിളി പുറത്തെടുക്കുന്ന ഒരു സീസൺ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരുടെ നിയോഗങ്ങളെ പുറത്തെടുക്കുന്ന മിനിറ്റുകളാണ്. നിന്റെ വിളിയെ പുറത്തെടുക്കുന്ന മിനിറ്റുകളാണ് ഈ ഉപവാസ പ്രാർത്ഥന. നിന്റെ അകത്ത് കിടക്കുന്ന നിയോഗത്തെ പുറത്തെടുക്കുന്ന ഉപവാസ പ്രാർത്ഥനയാ. കണ്ണുകളെ അടച്ചാട്ടെ. എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാട്ടെ. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു. ക്രിസ്തു എന്നിൽ ഇറങ്ങി നിൽക്കുന്നു. ക്രിസ്തു എന്നിൽ കൂടെ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ക്രിസ്തു എന്നിൽ കൂടെ വെളിപ്പെടുന്നു. ക്രിസ്തു എന്നിൽ കൂടെ ആമേൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ക്രിസ്തു എന്നിൽ കൂടെ രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നു. ക്രിസ്തു എന്നിൽ കൂടെ അന്ധകാരങ്ങളെ തകർക്കുന്നു. ക്രിസ്തു എന്നിൽ കൂടെ ക്യാൻസർ സൗഖ്യമാക്കുന്നു. ക്രിസ്തു എന്നിൽ കൂടെ രോഗികളെ സൗഖ്യമാക്കുന്നു. ക്രിസ്തു എന്നിൽ കൂടെ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ക്രിസ്തു എന്നിൽ കൂടെ ആമേൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? അടുത്ത് നിൽക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം നമ്മൾ മുഖാന്തരം ചിലത് ചെയ്യാം. ദൈവം നമ്മൾ മുഖാന്തരം ചിലത് ചെയ്യാം. ഇന്ന് രാത്രി വലങ്കരം ഉയർത്തി പറഞ്ഞ് ഈ തിരുവനന്തപുരം, കന്യാകുമാരി പട്ടണ ജില്ലകളിൽ ദൈവം റാഫായിൽ കൂടെ ചിലത് ചെയ്യാം. ഇന്ന് രാത്രി ഈ ആലയത്തെ സ്നേഹിക്കുന്നവർ പറഞ്ഞോട്ടെ, ദൈവ റാഫായിൽ കൂടെ ഈ ദേശത്ത് പ്രവർത്തിക്കാം. ദൈവം ഈ പ്രയർ ഗാർഡനിൽ കൂടെ ദൈവം ചിലത് ചെയ്യാം. ദൈവം ഈ ആലയത്തിൽ കൂടെ ചിലത് ചെയ്യും. നിന്നെ കൊണ്ട് രാജ്യങ്ങളെ തകർക്കാം. നിന്നെ കൊണ്ട് ജാതികളെ തകർക്കാം. നിന്നെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കാം. നിന്നെ കൊണ്ട് രോഗികളെ സൗഖ്യമാക്കാം. നിന്നെ കൊണ്ട് ബന്ധനങ്ങളെ അഴിക്കാം.